അറിഞ്ഞിരിക്കണം. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി വേൾഡ് എക്കണോമിക് ഫോറം ആണ് കേട്ടോ. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മണി സപ്ലൈ ഇൻ ദ എക്കണോമി ഈസ് കൺട്രോൾഡ് ബൈ ഫിനാൻസ് മിനിസ്ട്രി, ഫിനാൻസ് കമ്മീഷൻ, നീതി ആയോഗ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. താഴെ പറയുന്നവരിൽ ആരാണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്? എക്കണോമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സോ എക്കണോമിയിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധന സേവനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുക. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയുടെ സാധന സേവനങ്ങളുടെ വില ക്രമാതീതമായിട്ട് കുറയാം. അപ്പൊ ഇൻഫ്ലേഷൻ ആയാലും ഡിഫ്ലേഷൻ ആയാലും രണ്ടും എക്കണോമിക്ക് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പോളിസിയാണ് മോണിറ്ററി പോളിസി. എക്കണോമിക് ഈവിൽസ് ആയ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പോളിസിയാണ് മോണിറ്ററി പോളിസി. ഈ മോണിറ്ററി പോളിസി കൈകാര്യം ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI ആണ് മോണിറ്ററി പോളിസി കൈകാര്യം ചെയ്തത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണനയത്തിലൂടെ മണി സപ്ലൈയിലൂടെ എന്താക്കുന്നുണ്ട്? ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഈ മോണിറ്ററി പോളിസിക്ക് പല ടൂളുകളുണ്ട്. ഈ ടൂളുകളിലൂടെ ഇൻഫ്ലേഷൻ വരിക എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ യൂഷ്വലി സംഭവിക്കുക മാർക്കറ്റിൽ എക്കണോമിയിൽ മണി സപ്ലൈ കൂടുമ്പോഴാണ്. സോ എക്കണോമിയിൽ എല്ലാവരുടെ കയ്യിലും ധാരാളം പൈസ ഉണ്ടെങ്കിൽ ധാരാളം ആളുകൾ എന്ത് ചെയ്യും? പൈസ ധാരാളമായിട്ട് എക്കണോമിയിൽ ചെലവഴിക്കും. പതുക്കെ പതുക്കെ സാധന സേവനങ്ങളുടെ വില കൂടും. അപ്പൊ എക്കണോമിക്കകത്ത് മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വരും. ഇനി എക്കണോമിയിൽ ആവശ്യത്തിലധികം മണി സപ്ലൈ ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഡിഫ്ലേഷനിലേക്ക് വഴിവെക്കും. അപ്പൊ ആരുടെ കയ്യിലും പൈസ ഇല്ലെങ്കിൽ ആരും ഒന്നും വാങ്ങൂല, അത് ഡിഫ്ലേഷനിലേക്ക് വഴിവെക്കും. അപ്പൊ മണി സപ്ലൈ കൂടിയാൽ ഇൻഫ്ലേഷൻ വരും, മണി സപ്ലൈ കുറഞ്ഞാൽ ഡിഫ്ലേഷൻ വരും. ഓക്കെ, സപ്പോസ് എക്കണോമിയിൽ ശക്തമായിട്ടുള്ള മണി സപ്ലൈ ഉണ്ടെങ്കിൽ, മണി സപ്ലൈ വളരെ കൂടുതലാണ്, സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് എക്കണോമിയിലുള്ള മണി സപ്ലൈ കുറയ്ക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രമിക്കും. സോ മോണിറ്ററി പോളിസിയിലൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താക്കും? മണി സപ്ലൈ കുറക്കും. മണി സപ്ലൈ കുറക്കുമ്പോൾ ഇൻഫ്ലേഷൻ കുറയും. ഈ സപ്പോസ് ഡിഫ്ലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് മോണിറ്ററി പോളിസിയിലൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാക്സിമം മണി മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിക്കും. അതിന് കുറെ ടൂളുകളൊക്കെ ഉണ്ട്. സോ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ പോലുള്ള ധാരാളം ടൂളുകളുണ്ട്. ആ ടൂളുകളെ പറ്റി നമുക്ക് പിന്നെ ആധികാരികമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ത്യയിൽ മണി സപ്ലൈ മോണിറ്ററി പോളിസിയിലൂടെ കൈകാര്യം ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോകാം. Question number 30. RBI is called the government's bank. The reason for this is central and all state governments have to maintain an account with the RBI. It lends to government. 3. It manages the government's borrowing program through sales and purchase of government securities. Choose the correct one. One only. 1 and 2, 2 and 3, all of the above. എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഗവൺമെന്റ്സ് ബാങ്ക് എന്ന് വിളിക്കുന്നത്? ഓക്കെ, ഫൈൻ. സോ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും എല്ലാ ഗവൺമെന്റും, സെൻട്രൽ ആയാലും വേണ്ടില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും വേണ്ടില്ല, എല്ലാ ഗവൺമെന്റും നിർബന്ധമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതേപോലെ ഇന്ത്യയിലെ ഗവൺമെന്റുകൾക്ക്, സെൻട്രൽ ഗവൺമെന്റായാലും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണം കടം കൊടുക്കുന്നുണ്ട്. സോ രണ്ടാം സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതേപോലെ തന്നെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുന്നതും വിൽക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. സോ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഈ പറഞ്ഞ കാരണങ്ങളാൽ തന്നെയാണ് സെൻട്രൽ ബാങ്കിന് അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സെൻട്രൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോവാം. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 14. Whose signature is present on 1 rupee currency note of India? Finance Minister, Secretary, Minister of Finance, RBI Governor, President of India. 1 rupee coins ആരുടെ സിഗ്നേച്ചർ ആണ് നമുക്ക് കാണാൻ കഴിയുക? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ 1 രൂപയുടെ നോട്ടില് ഫിനാൻസ് സെക്രട്ടറിയുടെ ഒപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കി എല്ലാത്തിലും RBI ഗവർണറുടെ ഒപ്പാണ് കാണാൻ കഴിയുക. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 15. In which of the following countries
Indian rupee is legal tender. Pakistan, Bhutan, Nepal, Zimbabwe. Select the correct code from the following. 1, 2, 3, 2, 3, 4, 1, 3, 4, all of that. ഇന്ത്യൻ റുപ്പി ഏതെല്ലാം രാജ്യങ്ങളിൽ ലീഗൽ ടെൻഡർ ആണ്? സോ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ സംഭവിച്ചാലും കൊന്നാലും പാകിസ്ഥാനിൽ ഇന്ത്യൻ കറൻസി ലീഗൽ ടെൻഡർ ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഒന്നുള്ള എല്ലാ ഓപ്ഷനും നമുക്ക് ഒഴിവാക്കാം. എ നമുക്ക് ഒഴിവാക്കാം, സി നമുക്ക് ഒഴിവാക്കാം, എ നമുക്ക് ഒഴിവാക്കാം. സോ ഭൂട്ടാൻ, നേപ്പാൾ, സിംബാബ്വെ ഈ 3 രാജ്യങ്ങളിൽ ഇന്ത്യൻ റുപ്പി ലീഗൽ ടെൻഡർ ആണ്. അവിടുത്തെ മാർക്കറ്റുകളിൽ എന്താക്കാം, ട്രാൻസാക്ഷന് വേണ്ടി ഇന്ത്യൻ കറൻസി ഉപയോഗിക്കാം. നേപ്പാളിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നിരുന്നാലും നേപ്പാളും ഉപയോഗിക്കും. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following statement is correct? Economic review is prepared by Kerala State Planning. 2. Economic review is presented to the Kerala Legislative Assembly by the state government ahead of the budget for the ensuing year. Option A 1 only, option B 2 only, option C both and 2, option D neither or not. So economic reviewമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ? ഓക്കെ, എക്കണോമിക് റിവ്യൂ തയ്യാറാക്കുന്നത് ഇപ്പൊ നമുക്കറിയാം യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യാറുള്ളത്. ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ബഡ്ജറ്റിന് തൊട്ട് മുമ്പായിട്ട് എക്കണോമിക് റിവ്യൂ ഇതാക്കാറുണ്ട്, പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ് എക്കണോമിക് റിവ്യൂ തയ്യാറാക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ബഡ്ജറ്റിന് തൊട്ട് മുമ്പായിട്ടാണ് എക്കണോമിക് റിവ്യൂ കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്യുന്നത്. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements is correct? The Kerala State Planning Board is an advisory board under the government of the state of Kerala, India. 2. Its headquarters is in Thiruvananthapuram and finance minister is its chairman. Option A 1 only, option B 2 only, option C both and 2, option D none of them. Kerala State Planning ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? സോ കേരള ഗവൺമെന്റിന് കീഴിലുള്ള പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അഡ്വൈസറി ബോഡിയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ശരിയാണ്. 1967 സ്ഥാപിക്കപ്പെട്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പാർഷ്യലി ശരിയാണ്, പാർഷ്യൽ തെറ്റാണ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. ശരിയാണ്. പക്ഷെ ഫിനാൻസ് മിനിസ്റ്റർ അല്ല, മറിച്ച് ചീഫ് മിനിസ്റ്റർ അഥവാ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ അന്നത്തെ ഇന്ത്യയുടെ മുഖ്യമന്ത്രിയായിരുന്നു, 67 ഇന്ത്യൻ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടാണ്. സോ ഇപ്പോഴത്തെ ചെയർമാൻ പിണറായി വിജയനാണ്. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തെറ്റാണ്, ഒന്ന് ശരിയാണ്. സോ ഓപ്ഷൻ എ 1 only ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കിട്ടുന്നത്. മാത്രമല്ല കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ RK രാമചന്ദ്രനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. Which of the following statements is correct regarding Technopark in Kerala? Technopark is a technology park in Thiruvananthapuram and is the largest park in Kerala in terms of area. 2. It was established by Government of Kerala under the Chief Minister of E.K. Nayanar. Option A 1 only, option B 2 only, option C both 1 and 2, option D none of them. ടെക്നോപാർക്കുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് 1990 കേട്ടോ. 1996 തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് സ്ഥാപിക്കുന്നത്. ഇതിൽ ആദ്യത്തെ തന്നെ പിന്നെ സൈബർ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്ക് കേരളത്തിലാണ്. ഓക്കെ, 1990 സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സോ ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഏരിയയുടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയത് ടെക്നോ പാർക്ക് തന്നെയാണ്. ഇപ്പം കൊച്ചിയിലൊക്കെ ഇൻഫോ പാർക്ക് ഉണ്ട്, അതേപോലെ കോഴിക്കോട് സൈബർ പാർക്ക് ഒക്കെ ഉണ്ട്. സോ ഏറ്റവും വലിയ സൈബർ പാർക്ക്
അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി പാർക്ക് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1990 EK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത്. രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് ഈ കാലഘട്ടത്തിൽ EK നായനാർ അമേരിക്കയിലെ സിലിക്കൺ വാലി സന്ദർശിച്ചു. അമേരിക്കയിലെ സിലിക്കൺ വാലി മാതൃകയിൽ ഒരു ടെക്നോ പാർക്ക് ഇന്ത്യയിൽ സ്ഥാപിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് 1990 തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത്. ഒന്നും രണ്ടും ശരിയായതുകൊണ്ട് ബോത്ത് 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. Consider the following season in the state. Virippu season, which starts in April, May and extends up to September, October. 2. Mugundan season, which starts in December, January and extends up to March, April. 3. Punja season, which starts in September, October and extends up to December, January. 4. While Punja crop is dominant in Alappuzha district, Mundagan crop is prominent in Palakkad. Option A, 1, 2, 3 only. Option B, 1 and 4 only. Option C, 2, 4 only. Option D, 1, 2, 3, 4 only. കേരളത്തിൽ അരിയുടെ സീസൺ, റൈസിന്റെ സീസണുമായി ബന്ധപ്പെട്ട് താഴ്ന്നിരിക്കുന്നവയിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ഫൈൻ. ഈ കേരളത്തിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഓണാട്ടുപറമ്പ്, അതേപോലെ തന്നെ പാലക്കാട്, അതേപോലെ കുട്ടനാട് തുടങ്ങിയ പല സ്ഥലങ്ങളിലും അരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അരിക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആണുള്ളത്. ഏറെക്കുറെ യൂണിഫോം ആയിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. നോർമലി അരി നമ്മൾ ഈ നെല്ല് നാമ്പുന്ന സമയത്ത് വേണ്ടത് 16 മുതൽ 20 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ്. പക്ഷേ അരിയുടെ ഹാർവസ്റ്റിംഗ് സമയമാകുമ്പോഴേക്കും, അതായത് അതിന് നെല്ല് പഴുക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് 18 മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെ വേണം. ഓക്കെ. കേരളത്തിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് അരിയുടെ സീസൺ ഉണ്ട്. അതിൽ ഒന്നാമത്തെ സീസണാണ് വിരിപ്പു സീസൺ. വിരിപ്പ് സീസൺ ഏകദേശം ഏപ്രിൽ മെയ് മാസത്തിലാണ് വിത്ത് വിതക്കുക. അതേപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അതെന്താക്കുക കൊയ്തെടുക്കുക. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തത് ഉണ്ടകൻ സീസൺ ആണ്. ഉണ്ടകൻ സീസൺ ഏകദേശം സമയം അത് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വിത്ത് വിതക്കുക. അതേപോലെ തന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അത് കൊയ്തെടുക്കുക. രണ്ടാമത് വരുന്നത് ഉണ്ടകൻ സീസൺ ആണ്. മൂന്നാമത്തതാണ് പൂഞ്ച സീസൺ. പൂഞ്ച സീസണിന്റെ സമയം ഡിസംബർ ജനുവരി മാസങ്ങളിൽ എന്താക്കും വിത്ത് വിതക്കും. അതേപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്ത് ചെയ്യും അത് കൊയ്യുകയും ചെയ്യും. അപ്പൊ ആദ്യം വിരിപ്പിന് ശേഷം പിന്നെ മുണ്ടകൻ, പിന്നെ ഏറ്റവും അവസാനം പുഞ്ച. ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് 2 തെറ്റാണ്, 3 തെറ്റാണ്, 4 ശരിയാണ്. പുഞ്ചക്കുറവ് മെയിൻലി ആലപ്പുഴയിലും മുണ്ടകക്കുറവ് മെയിൻലി പാലക്കാടും ആണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്, 2ഉം 3ഉം തെറ്റാണ്. അതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തത്വം കേട്ടോ. ഓക്കെ. വിരിപ്പ് സീസണിന്റെ സമയം, മുണ്ടകൻ സീസണിന്റെ സമയം, പുഞ്ച സീസണിന്റെ സമയം. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ബി 1 and 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അരിയുടെ സീസണുമായി ബന്ധപ്പെട്ട് വിരിപ്പ് സീസൺ ആരംഭിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങൾ ആരംഭിച്ചിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അവസാനിക്കും. മുണ്ടകൻ സീസൺ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആരംഭിച്ചിട്ട് ഡിസംബർ ജനുവരി മാസങ്ങൾ അവസാനിക്കും. പുഞ്ച സീസൺ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ആരംഭിച്ചിട്ട് ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവസാനിക്കും. ഓക്കെ അല്ലെ? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ദാറ്റ്സ് ഓൾ. മുന്നോട്ട് പോവാം. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following statement is correct regarding rice cultivation in Kerala? Palakkad, Alappuzha, Thrissur and Kottayam account for about 79.6% of the total area of the rice in the state. 2. These districts contributed 81% of the total rice production in the state. 3. With respect to productivity of rice, Thrissur holds the first position. Option A 1, 2, 3. Option B 2, 3 only. Option C 1 and 2 only. Option D 1 and 3 only. ഓക്കെ ഫൈൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പാലക്കാട്, ആലപ്പുഴ, തൃശ്ശൂർ, അതേപോലെ കോട്ടയം, ഈ 4 ജില്ലകൾ കേരളത്തിലെ മൊത്തം അരിയുടെ കൾട്ടിവേഷന്റെ 79 ഓൾമോസ്റ്റ് 80% വരുന്നത് ഈ 4 ജില്ലകളിലാണ്. അപ്പൊ കേരളത്തിന് ആവശ്യമായിട്ടുള്ള അരിയുടെ ഉത്പാദനത്തിൽ 80% ഈ 4 ജില്ലകളിലാണ് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതേപോലെ തന്നെ
സ്വാഭാവികമായിട്ട് രണ്ടാം സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. മൂന്നാം സ്റ്റേറ്റ്മെന്റ് അരിയുടെ ഉൽപാദനമല്ല, അരിയുടെ പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളത് തൃശ്ശൂരിലാണ്. സോ 1, 2, 3 ശരിയാണ്. സോ ഓപ്ഷൻ എ 1, 2, 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 21. Which state holds the first position of the coconut production in terms of productivity? Option A Kerala, option B Tamil Nadu, option C Karnataka, option D Andhra Pradesh. കോക്കനട്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിൽ ഫസ്റ്റ് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയല്ല, പ്രൊഡക്ടിവിറ്റി കൂടുതൽ ഏത് സ്റ്റേറ്റ്സിനാണെന്നാണ് ചോദ്യം. മീൻസ് ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ മാക്സിമം ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. അതവിടെ പ്രൊഡക്ടിവിറ്റി ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി എന്ന് ഇവിടെ പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഉൽപ്പാദിപ്പിക്കുന്ന ആര് എന്നല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഏറ്റവും മാക്സിമം ഉൽപ്പാദിപ്പിക്കുന്ന ആര് എന്നാണ് ഇവിടെ പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കോക്കനട്ടിന്റെ വിഷയത്തിൽ പ്രൊഡക്ടിവിറ്റി കൂടുതൽ ഓപ്ഷൻ ബി തമിഴ്നാടാണ് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, question number 22. Consider the following statements regarding Kerala Financial Corporation. It was incorporated under the provisions of the State Financial Corporation Act of 1951 in order to provide medium and long-term credit to industrial undertakings. 2. The corporation is engaged mainly in extending financial assistance to agriculture sector in Kerala. Select the correct option. Option A 1 only, option B 2 only, option C both 1 and 2, option D neither or not. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. സോ ഇവിടെ ശരിക്കും സ്റ്റേറ്റ്മെന്റ് രണ്ടത് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കൂടുതൽ ആൻസറിൽ എത്താൻ പറ്റും. കാരണം രണ്ട് സ്റ്റേറ്റ്മെന്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാഡിക്ഷൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് ഇതാണ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിൽ. ഓക്കെ, സോ വ്യാവസായിക പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് വേണ്ടി മീഡിയം ആൻഡ് ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥാപിച്ചതെന്നാണ് ഒന്നാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പക്ഷെ രണ്ടാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മെയിൻലി പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിനാണ്. ഓക്കെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും പിന്നെ സ്റ്റേറ്റ്മെന്റ് ഏറെക്കുറെ കോൺട്രാഡിക്ടറി ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബോത്ത് അതേപോലെ നെയ്തർ എന്ന് രണ്ട് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. കാരണം രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ശരിയാവാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ സിയും ഒഴിവാക്കാം, ഡിയും ഒഴിവാക്കാം. ഒന്നല്ലെങ്കിൽ 1 ഓൺലി അല്ലെങ്കിൽ 2 ഓൺലി ആണ് ഇവിടെ ആൻസർ വരിക. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് പരസ്പരം കോൺട്രാഡിക്ടറി ആയാൽ ഓപ്ഷനുകൾ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കണം. അതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെ പരസ്പരം കോൺട്രാഡിക്ടറി ആയാൽ അതിൽ ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ എന്നുള്ള ലോജിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ശരിയായി വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥാപിക്കപ്പെട്ടത് വ്യാവസായിക യൂണിറ്റുകൾക്ക് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അഗ്രികൾച്ചർ സെക്ടറിനെ ഇതാക്കുന്നില്ല, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കടം ഒന്നും കൊടുക്കുന്നില്ല. സോ ഓപ്ഷൻ എ 1 ഓൺലി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Question number 23. Which district in Kerala has the only airport selected under the UDAN scheme of the Government of India? Option A Thiruvananthapuram, option B Ernakulam, option C Kannur, option D Kozhikode. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ എയർപോർട്ട് ഏത് ജില്ലയിലാണ്? സോ റീജിയണൽ പോർട്ടുകളെ കുറഞ്ഞ ചെലവിൽ കണക്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ആണ് ഉഡാൻ. അതായത് ഏവിയേഷൻ നാവിഗേഷൻസ് മാക്സിമം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് എയർപോർട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് കുറഞ്ഞ പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയുള്ള സ്കീമാണ് ഉഡാൻ സ്കീം. ഉഡാൻ സ്കീമിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പോർട്ട് കണ്ണൂർ പോർട്ടാണ്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്യുന്നത്. മുന്നോട്ട് പോവാം. 24ാം ക്വസ്റ്റ്യൻ. തലൈ ഫിഷിംഗ് ഹാർബർ is situated in which district? Option A കണ്ണൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി മലപ്പുറം. തലൈ ഫിഷിംഗ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, PSC യുടെ ഒരു സ്ഥിര ചോദ്യം കൂടിയാണ്. സോ ഓപ്ഷൻ എ കണ്ണൂരാണ് കറക്റ്റ് ആൻസർ ചെയ്യുന്നത്. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ.
Which state stands first among the coconut producing states with respect to area and production? Option A, Kerala. Option B, Tamil Nadu. Option C, Karnataka. Option D, Andhra Pradesh. ഏറ്റവും കൂടുതൽ കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏരിയയുടെ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകയാണ് കേട്ടോ. ഓക്കെ, പക്ഷെ പ്രൊഡക്ടിവിറ്റി, കോക്കനട്ടിന്റെ പ്രൊഡക്ഷനിൽ പ്രൊഡക്ടിവിറ്റി കൂടുതൽ തമിഴ്നാട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എക്കണോമി. അപ്പൊ കേരള എക്കണോമിന്നും അതേപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയും മൊത്തം 25 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ KSL ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വർഷം എക്കണോമിക്സിൽ വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ള 25 ക്വസ്റ്റ്യൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ച് വാസ്റ്റ് ആണ്. ഓക്കെ, അതായത് ബയോടെക്നോളജി, സ്പേസ് ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി, സൈബർ ടെക്നോളജി തുടങ്ങി ധാരാളം മേഖലയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഭയങ്കര ഡൈവേഴ്സുമാണ്, അതുപോലെ ഭയങ്കര പൊട്ടൻഷ്യലുമാണ്. ഇനിയുള്ള 25 ക്വസ്റ്റ്യൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 26. The technique of locating genes on chromosome is known as genome mapping, genome sequencing, genome editing, none of them. ക്രോമസോമുകളിൽ ജീനുകളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്കിന് പറയുന്ന പേരെന്താണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ജീനോം മാപ്പിംഗ് ആണ് കേട്ടോ. സോ ക്രോമസോമുകളിലെ ജീനുകളെ ലൊക്കേറ്റ് ചെയ്യാനും രണ്ട് ജീനുകൾക്കിടയിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ജീനോം മാപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ 27. What is Cas9 protein that is often mentioned in the news? Option A, a molecular scissors used in targeted gene editing. B, a biosensor used in the accurate detection of pathogens in patients. Option C, a gene that makes plant resistance. D, a herbicidal substances synthesized in genetically modified crops. So recently newsil കാണുന്ന Cas9 protein ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറെക്കുറെ ന്യൂസിലുണ്ട്. Cas9 ഇടക്കിടക്ക് ന്യൂസിൽ കയറി വരുന്നതാണ്. 2020 മുതൽ ഈ സാധനം ചില ന്യൂസിൽ കയറി വരുന്നുണ്ട്. ഓക്കെ, സോ ഫൈൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഈസ് എ മോളിക്കുലർ സിസ്റ്റർ യൂസിംഗ് ടാർഗറ്റ് ജീൻ എഡിറ്റിംഗ്. ജീൻ എഡിറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോളിക്കുലാർ സിസർ എന്ന് പറയുന്ന പേരാണ് Cas9. ഓക്കെ, ജീൻ എഡിറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോളിക്കുലാർ സിസേഴ്സിന് പറയുന്ന പേരാണ് Cas9. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ. It is the largest gland in the body. It segregates bile juice that plays a crucial role in the digestion of plants. The organ mentioned here is large intestine, pancreas, liver. So വളരെ സിമ്പിൾ ആണ്. PSCയുടെ സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ലിവർ ആണ്. സോ ലിവർ ആണ് ബൈൽ ജ്യൂസ് ഉത്പാദിപ്പിക്കുക. ഈ ബൈൽ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഫാറ്റുകളുടെയൊക്കെ ഡൈജഷന് സഹായിക്കുന്നുണ്ട്, ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് പക്ക ബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ബയോടെക്നോളജി എന്നാണ്, ഇത് ബയോളജി എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രാണേഷ് ബാലിസ്റ്റിക് മിസൈൽ ഇസ് ഡെവലപ്ഡ് ബൈ ISRO, USA, റഷ്യ, DRDO. പ്രാണേഷ് ബാലിസ്റ്റിക് മിസൈൽ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മിസൈൽ ടെക്നോളജി, മിസൈലുകളുടെ ഡെവലപ്മെന്റ് ഒക്കെ ആണെങ്കിൽ അത് യൂഷ്വലി പിന്നെ പ്രാണേഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ അത് ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചിട്ടുണ്ടാവുന്നുള്ളത്. സോ ഇത്തരത്തിൽ സാധനങ്ങളൊക്കെയാണ് മിസൈൽ ആണെങ്കിലും അതേപോലെ തന്നെ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള എന്തൊരു സാധനമാണെങ്കിലും അതിൽ പേരൊരു ഇന്ത്യൻ ടച്ച് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും DRDO ആയിരിക്കും അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. സോ ഓപ്ഷൻ ഡി ആണ് കൂടെ കറക്റ്റ് ആൻസർ ചെയ്തത്. സോ പ്രാണേഷ് ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ചെയ്തത് DRDO ആണ്. ഓക്കെ, 2020 എന്താക്കുന്നത് ഇന്ത്യ പ്രാണേഷ് മിസൈൽ ഉത്പാദിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ കാപ്പബിൾ ഇന്റർമീഡിയറ്റ് റേഞ്ച് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ആണ്. സോ സബ്മറൈൻസുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും പിന്നെ
തൊടുത്തുവിടാൻ കഴിയുന്ന ന്യൂക്ലിയർ കാപ്പബിൾ ആയിട്ടുള്ള മിസൈലാണ് പ്രാണേഷ്. ഓക്കെ, ഇതിന്റെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 1500 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഗ്ല എസ് is a man portable air defense system developed by India, USA, Russia, Israel. ഇഗ്ല എസ് എന്ന പേരിലുള്ള മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഏത് രാജ്യമാണ്? സോ ഇഗ്ല എസ് മാൻ പാഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് റഷ്യയാണ്. സോഫ്റ്റ് റഷ്യയാണ് കറക്റ്റ് ആൻസർ ആയിട്ട്. മുന്നോട്ട് പോവാം. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 31. Consider the following statements with reference to nanotechnology. Nanotechnology is the process of modifying matter at a size close to atomic level. 2. Nanoscience is study of nanomaterials and their properties. Which of the statements given above is are incorrect? One only, two only, both or none, two, either or not. So nanotechnology ബന്ധപ്പെട്ടിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നാനോ ടെക്നോളജിയുടെ ഡെഫിനിഷൻ ആ ഒരു ഏരിയയിലാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റമിക് ലെവലുള്ള ആ ഒരു സൈസിലുള്ള മാറ്റേഴ്സിന്റെ മോഡിഫൈങ്ങിന് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് നാനോ ടെക്നോളജി. നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതേപോലെ തന്നെ നാനോ മെറ്റീരിയൽസിനെയും അതിന്റെ പ്രോപ്പർട്ടീസിനെയും പറ്റിയുള്ള പഠനമാണ് നാനോ സയൻസ്. വന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയാണ്. നാനോ ടെക്നോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒന്ന് രണ്ടും ശരിയാണ്, പക്ഷെ നമ്മളോട് ഇൻകറക്റ്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഒന്ന് രണ്ടും ശരിയായത് കൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നീദർ വൺ ഓർ ടു ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 32. Choose the correct about liquid nano urea. It can be produced using both mechanical and biochemical process. 2. The world first nano urea plant has been set up in Bangladesh with the help of India. Option A, one only. Option B, two only. Option C, both one and two. Option D, neither one or. So liquid nano urea ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? സോ ഈ ലിക്വിഡ് നാനോ യൂറിയ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുതിയ വളമാണ്, ഒരു പുതിയ ടൈപ്പ് ഫെർട്ടിലൈസർ ആണ്. സോ എന്താണ് ശരിയായ ആൻസർ? ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ ലിക്വിഡ് നാനോ യൂറിയ നമ്മൾ മെക്കാനിക്കൽ ആയിട്ടുള്ള വഴികളിലൂടെയും അതേപോലെ ബയോകെമിക്കൽ ആയിട്ടുള്ള വഴികളിലൂടെയും ഉത്പാദിപ്പിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലോകത്തിലെ ഫസ്റ്റ് നാനോ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് ഗുജറാത്തിലെ കെലോളിലാണ്. സോ അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ അല്ലേ? സോ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നാനോ യൂറിയയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കാനാണ്. സോ നമ്മൾ യൂഷ്വലി ഫോസ്ഫറസ് ഉപയോഗിക്കുന്നുണ്ട്. സോ അത് കൺവെൻഷനായിട്ട് വഴികളിലൂടെയാണ് ഉപയോഗിക്കുക. അത് ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ പരിസ്ഥിതിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള പുതിയ ടെക്നോളജിയാണ് നാനോ യൂറിയ ടെക്നോളജി. സോ നാനോ യൂറിയ ടെക്നോളജി എന്താണ്? പ്ലാന്റുകളുടെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുതിയ ടെക്നോളജി ഡ്രൈവൻ ആയിട്ടുള്ള ഒരു പുതിയ മാറ്റർ ആണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നാനോ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് ഗുജറാത്തിലാണെന്നുള്ളതും നോട്ട് ചെയ്യാം. ഓക്കെ, സോ ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ എ വൺ ഓൺലിയാണ് കറക്റ്റ് ആൻസർ. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following units is used to measure the processing speed of a supercomputer? Gigabytes, bits, flops, gigahertz. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ഫ്ലോപ്സ് ആണ് കേട്ടോ. സോ ഫ്ലോപ്സ് അഥവാ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ഓക്കെ,
ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ എന്താക്കുക സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ സ്പീഡ് നടക്കുന്നത്. സാധാരണ നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ ഇത്ര MBPS എന്നൊക്കെ പറഞ്ഞ പോലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ സ്പീഡ് നടക്കുന്നത് ഫ്ലോപ്സിലാണ്. സോ ഫ്ലോപ്സിന്റെ ഫുൾ ഫോം ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 34. In the context of networking in India, the scheme PM Vani relates to which of the following? സോ PM വാണി സ്കീംസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓപ്ഷൻ എ, ഇറ്റ് എയിംസ് ടു കണക്ട് വില്ലേജസ് നിയർ ബോർഡർ ഏരിയാസ് വിത്ത് ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കേബിൾസ്. ബി, the scheme seeks to set up underwater optical fiber cables to connect the Indian mainland to the Lakshadweep Islands. C, its objective is to provide free mobile connections to 4 crore rural habitations by the year 2025. Option D, the scheme envisages to set up public Wi-Fi networks in the neighborhood and local Kirana stores. So PM Vani സ്കീമുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓക്കെ ഫൈൻ. സോ റീസെന്റ് ഗവൺമെന്റ് അനൗൺസ് ചെയ്ത ഒരു സ്കീമാണ് PM വാണി സ്കീം അഥവാ പ്രൈം മിനിസ്റ്റർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ്. അതാണ് PM വാണിയുടെ ഫുൾ ഫോം. ഈ PM വാണി സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പബ്ലിക് ഹോട്ട്സ്പോട്ടുകൾ അഥവാ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ രാജ്യത്തുടനീളം സ്ഥാപിക്കുക എന്നുള്ളതാണ്. സോ നൈബർഹുഡ് ആയിട്ടുള്ള ഏരിയാസിലും ലോക്കൽ കിരാണ സ്റ്റോർ മീൻസ് അതിന്റെ മലയാളം നമ്മുടെ ഈ ഗ്രോസറീസ് അല്ലെങ്കിൽ പലചരക്ക് കടകളൊക്കെ ഉണ്ടാവും. പലചരക്ക് കടകളുടെയും അതേപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലും മാക്സിമം വൈഫൈ നെറ്റ്വർക്കുകൾ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് PM വാണി സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ, മുന്നോട്ട് പോകാം. അപ്പൊ രാജ്യത്തുടനീളം എല്ലാ മുക്കിലും മൂലയിലും വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് PM വാണി സ്കീംസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 35. Which among the following statements correctly explain the concept biopiracy? Biopiracy ഇതുമായി ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Illegal practice of developing clones of organisms without proper approval. B, illegal smuggling of the genetic sequence of indigenous plants and animals. C, the use of indigenous knowledge for commercial profit without permission from the indigenous community. D, none of them. ബയോപൈറസിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് താഴ്ന്നവയിൽ ഏതാണ്? ഓക്കെ, ബയോപൈറസി എന്ന് പറഞ്ഞാല് ആക്ച്വലി ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ടുള്ള ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. ഓക്കെ, അത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അനുവാദമില്ലാതെ കൊമേഴ്ഷ്യൽ പ്രോഫിറ്റിന് ഉപയോഗിക്കുന്നതിനാണ് ബയോപൈറസി എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ആറന്മുള കണ്ണാടി ഉത്പാദിപ്പിക്കുക എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് ഉത്പാദിപ്പിക്കുക ആറന്മുളയുള്ള ഇതാണ് ചില ശില്പ കലാകാരന്മാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അതിന്റെ കൺസെപ്റ്റ് അവരറിയാതെ അവരിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ട് വ്യാവസായികമായിട്ട് ആ ഒരു സാധനം ഉത്പാദിപ്പിക്കാം. അതിന് പറഞ്ഞ പേരാണ് ബയോപൈറസി. ഓക്കെ, സോ റീസെന്റ് പെപ്സിക്കോക്കെതിരെ ബയോപൈറസിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ബയോപൈറസി പറഞ്ഞാൽ ഒരു ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയുടെ അനുവാദം കൂടാതെ അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് കൊമേഴ്ഷ്യൽ പ്രോഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. അതാണ് ബയോപൈറസി എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. Which of the following is an example of artificial intelligence technology? ChatGPT, Amazon Alexa, automatic doors in malls. Option A, 1 only. Option B, 2 and 3. Option C, 1 and 2. Option D, all of the above. So artificial intelligence technologyക്ക് എക്സാമ്പിൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? സോ AI എന്ന് കേട്ടതിന് ChatGPT എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഒന്നെന്തായാലും ശരിയെന്നുള്ളത് പരിപൂർണമായിട്ടും ശരിയാണ്. അപ്പൊ ഒന്നില്ലാത്തത് കൊണ്ട് നമുക്ക് B ഒഴിവാക്കാം. ആമസോൺ അലക്സ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി തന്നെയല്ലേ? ശരിയാണ്, ആമസോൺ അലക്സയും എന്താണ് പിന്നെ ഒരു AI ടെക്നോളജിയാണ്. അതുകൊണ്ട് രണ്ടും ശരിയാണ്. സോ അതുകൊണ്ട് നമുക്കിവിടെ A ഒഴിവാക്കാം. ഇനി
1 and 2 ഉണ്ട്, ഓൾ ഓഫ് ദ എബോവ് ഉണ്ട്. മാളുകളിലെ ഓട്ടോമാറ്റിക് ഡോർ എ ടെക്നോളജിയാണ്. അതായത് സ്വന്തം നിർമ്മിത ബുദ്ധിയാൽ പ്രവർത്തിക്കാൻ കഴിവുള്ളത് എന്തും എ ആണ്. സ്വന്തം ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, സ്വന്തം ബ്രെയിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്നും എ ആണ്. സോ മാളുകളിൽ ഓട്ടോമാറ്റിക് ഡോറിന് അത്തരത്തിലുള്ള ഒരു സ്കില്ലില്ല. സ്വന്തം ബുദ്ധിക്കനുസരിച്ച് അല്ല പ്രവർത്തിക്കുക, ജസ്റ്റ് സെൻസർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ഡോർസ് ഇൻ മാൾസ് ഇതിന് എക്സാമ്പിൾ അല്ല, എ ടെക്നോളജിക്ക് എക്സാമ്പിൾ അല്ല. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 and 2 ഓൺലി ആണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് വായിച്ചു നോക്കാം. സോ നോട്ട് ചെയ്യാം. സോ എന്താണ് എ? എ റെഫേഴ്സ് ടു ദ സിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഇൻ മെഷീൻസ്. ഓക്കെ, അതായത് മനുഷ്യന്റെ ബുദ്ധി അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റലിജൻസ് മെഷീൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ അല്ലെ? സോ പ്രോഗ്രാമിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഷീൻസുകൾ ഹ്യൂമൻ ഇന്റലിജൻസിന് പകരം വെക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, പിന്നെ ഏതെല്ലാം ടൈപ്പ് എ ഉണ്ട് നോക്കാം. എ പ്രധാനമായും 3 ടൈപ്പാണ്. വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, അതേപോലെ തന്നെ സ്മാർട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, അതില് വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ജോബ് മാത്രം ചെയ്യാം, ഏൽപ്പിക്കപ്പെട്ട ഒരു പർട്ടിക്കുലർ ജോബ് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഒരു പ്രത്യേക ജോബ് മാത്രം ചെയ്യാനേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ആമസോണിന്റെ അലക്സ, ആപ്പിളിന്റെ സിരി, ഇതെല്ലാം എന്താണ്? വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പർപ്പസ് മാത്രം അതിന് പറ്റുള്ളൂ. ഓക്കെ, സോ വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഒരു പ്രത്യേക ഫംഗ്ഷൻ മാത്രം ചെയ്യുന്ന, ഒരു പ്രത്യേക ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന എ ആണ് വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നേരെ മറിച്ച് സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യനെ പോലെ, ഹ്യൂമൻ ലൈക്ക് പോലെ മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി. സോ റീസെന്റ് കുറെ റോബോട്ട്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റോബോട്ട്സുകളൊക്കെ മനുഷ്യൻ ചെയ്ത പോലെ തന്നെ പല എഫോർട്ടുകൾ, പല ജോബുകളും ചെയ്യും. ഫോർ എക്സാമ്പിൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എക്സാമ്പിൾ ആണ്. അത് ഗിയർ മാറ്റുന്നു, സ്പീഡ് കൂട്ടുന്നു, ബ്രേക്ക് ചവിട്ടുന്നു, അങ്ങനെ പലവിധ മൾട്ടി ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. സോ ഹ്യൂമനെ പോലെ തന്നെ മൾട്ടി ടാസ്കുകൾ ചെയ്യുന്ന എക്ക് പറഞ്ഞ പേരാണ് സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകും. അതേപോലെ തന്നെ ചില നോൺ എ മെഷീൻസ് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റില്ല. സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഓട്ടോമാറ്റിക് ഡോറുകളൊക്കെ ജസ്റ്റ് സെൻസറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത് അതിന്റെ ജഡ്ജിങ് അല്ലെങ്കിൽ അതിന്റെ സ്വന്തം യുക്തിക്കനുസരിച്ച് തീരുമാനിക്കുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ ഈ മാളുകളിലൊക്കെയുള്ള ഓട്ടോമാറ്റിക് ഡോറുകൾ എന്തല്ല, എ ഐ അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 and 2 ആണ്. സ്വന്തം നിർമ്മിത ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് എന്തും എ ഐ ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ചാറ്റ് GPT, ആമസോണിന്റെ അലക്സ, അതേപോലെ തന്നെ ആപ്പിളിന്റെ സിരി. ഓക്കെ, സോ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എ ടെക്നോളജിക്ക് എക്സാമ്പിൾ ആണ്. പതിനാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് അക്കൗണ്ട് ഗഗൻയാൻ മിഷൻ. The launch vehicle Mark III is identified as the launch vehicle for the Gaganyaan mission. 2. The objective of Gaganyaan program is to demonstrate indigenous capability to undertake human space flight mission to late. Either or not. എന്താണ് കറക്റ്റ് ആൻസർ? ഗഗൻയാൻ മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ്. സോ ഗഗൻയാൻ നമുക്കറിയാം എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ മിഷനാണ്, അഥവാ അതിൽ ബഹിരാകാശ യാത്രികരെ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ ഗഗൻയാൻ മിഷൻ. ഓക്കെ, സോ ഗഗൻയാൻ മിഷന്റെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ്. ഓക്കെ, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ്. പിന്നെ ഗഗൻയാൻ മിഷന്റെ ലോഞ്ച് വെഹിക്കിൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ ഗഗൻയാൻ മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സോ നമുക്ക് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് എന്താണ് ലോ എർത്ത് ഓർബിറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്കീം. സോ മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോകുക, അതാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് പിന്നെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ഇതാക്കാം, പിന്നെ ഇതിൽ പിന്നെ മാനവനിരീക്ഷകരെ എത്തിക്കുക എന്നുള്ള അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സോ 1, 2 ശരിയാണ്. ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. Choose the correct regarding small satellite launch vehicle. SSLV. SSLV provides low-cost access to space on a demand basis. Two, it offers low turnaround time and flexibility in accommodating multiple satellites. Option A, one only. Option B, two only. Option C, both or two. Option D, neither one or. സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. SSLV എന്ന് പറഞ്ഞാൽ ഇതാണ് കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യുക, സ്പേസ് മിഷൻ നടത്താൻ വേണ്ടിയുള്ള ലോഞ്ച് വെഹിക്കിൾ ആണ് SSLV. സോ SSLV പ്രൊവൈഡ്സ് ലോ കോസ്റ്റ് ആക്സസ് ടു സ്പേസ് ഓൺ എ ഡിമാൻഡ് ബേസ്. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ സ്പേസിലേക്ക് സാറ്റലൈറ്റുകൾ മറ്റും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ലോഞ്ച് വെഹിക്കിൾ ആണ് സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. രണ്ടാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇറ്റ് ഓഫേഴ്സ് ലോ ടേൺ അറൌണ്ട് ടൈം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ അക്കോമഡേറ്റിംഗ് മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സ്. ഓക്കെ, മൾട്ടിപ്പിൾ സാറ്റലൈറ്റുകളെ കുറഞ്ഞ സമയത്തുള്ളിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, സ്പേസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതും ശരിയാണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും SSLV ബന്ധപ്പെട്ട് ശരിയാണ്. ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത് 33ാമത്തെ ക്വസ്റ്റ്യൻ. Choose the incorrect statement with respect to 3D printing. It is an example of additive manufacturing where an object is created by cutting away at a solid block of material. 2. It reduces the wastage of material while offering unprecedented design freedom. Option A, one only. Option B, two only. Option C, both 1 and 2. Option D, neither one or two. 3D പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സോ 3D പ്രിന്റിംഗ്, ഓക്കെ, സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ 3D പ്രിന്റിംഗ് രണ്ട് ടൈപ്പാണ്. ഒന്ന് അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് ഉണ്ട്, അതേപോലെ സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ് ഉണ്ട്. ഈ സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ് ഒരു സാധനം അത് പിന്നെ സൈബർ ടെക്നോളജി സഹായത്തോടു കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെൻസറുകളൊക്കെ വെച്ച് മുറിച്ച് ഇതാക്കിയാൻ പറ്റും. അങ്ങനെ ഒരു സാധനം ഒരു 5 രൂപ ചെത്തിയെടുക്കണമെങ്കിൽ ഒരു പലക ഉണ്ടാവും. ആ പലക നമ്മൾ സെൻസറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നു. ആ പലക മുറിച്ച് മാറ്റി ഇതാക്കും, ഒരു 5 രൂപ ഉണ്ടാകും. അപ്പൊ അത്തരം ഒരു സാധനം മുറിച്ച് കട്ടിങ് അവേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് പറഞ്ഞ പോലെയാണ് സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ്. നേരെ മറിച്ച് അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് an object by building it one layer at a time. ഇതിന്റെ മേലെ മറ്റൊന്ന് അങ്ങനെ ചേർത്ത് വെച്ച് കാണിക്കും, അത് അഡിക്റ്റീവ് ആണ്. ഓക്കെ, സോ ഒരു സാധനത്തിന്റെ മേലെ മറ്റൊന്ന് ചേർത്ത് വെച്ച് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ്. ഒരു സാധനം മുറിച്ച് മാറ്റിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ്. ഓക്കെ അല്ലേ? സോ ശ്രദ്ധിക്കുക. സോ 3D പ്രിന്റിംഗ് അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ട് ഈസ് ക്രിയേറ്റഡ് ബൈ കട്ടിംഗ് അവേ അറ്റ് സോളിഡ് ബ്ലോക്ക് മെറ്റീരിയൽസ് ഉള്ളത് തെറ്റാണ്. കാരണം അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് എന്താണ്, ഒന്നിനെ മേലെ മറ്റൊന്ന് ചേർത്ത് വെച്ചുണ്ടാക്കുകയാണ്. നേരെ മറിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി ഉണ്ടാക്കിയാൽ അത് എന്താണ് സബ്സ്ട്രാക്റ്റീവ് മെത്തേഡാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് പാർട്ട് ശരിയാണ്, പക്ഷെ രണ്ടാമത്തെ പാർട്ട് തെറ്റാണ്. സോ ഓവറോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, മാക്സിമം വേസ്റ്റേജ് കുറയ്ക്കുന്നുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മളോട് ചൂസ് ചെയ്ത് ഇൻകറക്റ്റ് ചൂസ് ചെയ്യാനാണ്. സോ ഓപ്ഷൻ എ 1 only ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ 3D പ്രിന്റിംഗ് എന്താണ്, 3D പ്രിന്റിംഗിൽ അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് എന്താണ്, അതേപോലെ തന്നെ സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ് എന്തെങ്കിലും എന്താക്കണം പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ മെറ്റീരിയൽസ് ദാറ്റ് എക്സിബിറ്റ് സീറോ electrical resistance when cooled to extremely low temperature. 2. Superconductivity was first discovered in 1911 by Higgs Hammerling on. Option A 1 only. Option B 2 only. Option C both 1 and 2. Option D neither one of. So സൂപ്പർ കമ്പ്യൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? സോ സൂപ്പർ കണ്ടക്ടേഴ്സ് സോ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ കൂൾ ആവുന്ന സമയത്ത് സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം ഈ സൂപ്പർ കണ്ടക്ടർ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ പ്രത്യേകത അത് എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ കൂൾ ആവുന്ന സമയത്ത്
അതിൽ നിന്നുണ്ടാവില്ല, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടാവത്തില്ല. സോ ഇലക്ട്രിസിറ്റി വളരെ കൂളായിട്ട് പാസ് ചെയ്ത് പോകും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത്തരം മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ സൂപ്പർ കണ്ടക്ടിവിറ്റി ആദ്യമായി കണ്ടെത്തിയത് 1911 കാമർലിംഗ് ആണ്. ഓക്കെ, സോ ഒന്നും രണ്ടും ശരിയാണ്. സോ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇടുക. അത് ക്വസ്റ്റ്യൻ നമ്പർ 41. Each of the following currently describe Mach number. It can be defined as the ratio of speed of sound of two objects in different medium. B. It can be defined as the ratio of speed of an object to the speed of sound in the same medium. C. It can be defined as the ratio of speed of an object to the speed of sound in the different mediums. D. It can be defined as the ratio of speeds of two objects in the same medium. സോ മാക് നമ്പറുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നവയിലേതാണ്. നമ്മളിപ്പോ മിസൈലുകളുടെ ആയാലും അല്ലെങ്കിൽ സൂപ്പർസോണിക് ആയിട്ടുള്ള ജെറ്റുകളുടെ ഒക്കെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക മാക്കിലാണ്. ഓക്കെ, സോ എന്താണ് മാക് നമ്പർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഒരു ഒബ്ജക്റ്റ് ഓക്കെ സെയിം മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സൗണ്ടിന്റെ സ്പീഡിന് പറയുന്ന പേരാണ് മാക് സ്പീഡ്. ഓക്കെ അല്ലെ, ഒരു സെയിം മീഡിയത്തിലൂടെ ഇപ്പം എയർ ആണെങ്കിൽ എയർ, ഓക്കെ വാട്ടർ ആണെങ്കിൽ വാട്ടർ, അല്ലെങ്കിൽ പിന്നെ സോളിഡ് ആണെങ്കിൽ സോളിഡ്, സോളിഡ് ആയിക്കോട്ടെ എയർ ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മീഡിയം സെയിം മീഡിയത്തിലൂടെയുള്ള സൗണ്ടിന്റെ സ്പീഡിന് പറയുന്ന റേഷ്യോന് പറയുന്ന പേരാണ് മാക് നമ്പർ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ സെയിം മീഡിയത്തിലൂടെയുള്ള ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡിന് വരുന്ന പേരാണ് മാക് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. ചൂസ് ദ കറക്റ്റ് പെയർ. Brown hydrogen, use of coal. Blue hydrogen, use of tidal energy. 3. Green hydrogen, use of renewable energy. Option A 1, option B 2 and 3, option C 3 only, option D 1 and 3. കറക്റ്റ് ആയിട്ടുള്ള പേര് ഹൈഡ്രജൻ. ബ്രൗൺ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് നമ്മളിപ്പോ കൽക്കരി കത്തിച്ചിട്ട് അതിന്റെ പിന്നെ കൽക്കരി കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു സബ് പ്രോഡക്റ്റ് ആണ് ബ്രൗൺ ഹൈഡ്രജൻ. ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബ്ലൂ ഹൈഡ്രജൻ യൂസ് ഓഫ് ടൈഡൽ എനർജി എന്ന് പറഞ്ഞത് തെറ്റാണ്. ബ്ലൂ ഹൈഡ്രജൻ നമുക്ക് ലഭിക്കുക പ്രധാനമായിട്ട് നമ്മൾ പിന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുമ്പോൾ വ്യാവസായികമായിട്ട് ഉൽപ്പാദിക്കുമ്പോൾ ഓക്കെ അങ്ങനെ കിട്ടുന്നൊരു ബൈ പ്രോഡക്റ്റ് ആണ് ബ്ലൂ ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ടൈഡൽ എനർജി എല്ലാം മറിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഉണ്ടാക്കുന്നു പിന്നെ വ്യാവസായികമായിട്ട് ഉത്പാദിപ്പിക്കുമ്പോൾ കിട്ടുന്നത് ബൈ പ്രോഡക്റ്റ് ആണ് ബ്ലൂ ഹൈഡ്രജൻ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ഗ്രീൻ ഹൈഡ്രജൻ. സോ 2 തെറ്റാണ്, 1ഉം 3ഉം ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോകാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 43. Which of the following best explains the characteristics of stem cells? Stem cells can only be found in embryos during the early stages of development. B. Stem cells have limited differential potential and cannot generate specialized cell types. C. Stem cells can be derived from a variety of sources, including adult tissues and fecal cord blood. D. Stem cells are exclusively used in the regenerative medicines, whereas have no applications in disease modeling. So, stem cells ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, അതായത് ഈ സ്റ്റെം സെൽസ് ഒന്നാം സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് പിന്നെ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ എംബ്രോയിസിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്നാണ്. അത് തെറ്റാണ്. ഏർലി സ്റ്റേജസിൽ എന്താക്കാം പല ഈ സ്റ്റെം സെൽസുകൾ പല സ്ഥലത്തു നിന്നുണ്ടാവാം. അതിപ്പോ അഡൽട്ട് ടിഷ്യൂസിന്നോ അല്ലെങ്കിൽ കോഡ് ബ്ലഡിന്നോ അല്ലെങ്കിൽ ഒബിക്കൽ കോഡ് ബ്ലഡിന്നോ അല്ലെങ്കിൽ എംബ്രോയിസിനോ എവിടെ നിന്ന് വേണമെങ്കിൽ ഉണ്ടാവാം. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്.
ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. വീട്ടിലായിട്ടുള്ള കീ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് വേഗം വേഗം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ മാക്സിമം 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നല്ല സ്പീഡിൽ പോകണം. സോ ഫർദർ എക്സ്പ്ലനേഷൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ബാക്കി നിങ്ങൾ ആൻസർ കീ വായിച്ചു പോയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Nuclear fusion and nuclear fission both require extremely high energy to take place. Two, nuclear fusion takes place in the sun and stars, whereas fission reactions do not occur normally in nature. Option A, one only. Option B, two only. Option C, both one and two. Option D, neither one of two. So nuclear fission ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഓക്കെ, ഫൈൻ. ഇവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ നമുക്കറിയാം. ന്യൂക്ലിയർ ഫ്യൂഷൻ ആയാലും ന്യൂക്ലിയർ ഫിഷൻ ആയാലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ ഉള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ള ആറ്റംസുകൾ നമ്മൾ ആക്കുന്നു, ഫ്യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം ബ്രേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ആറ്റംസുകൾ നമ്മൾ എന്താക്കുന്നത്? ഫ്യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ന്യൂക്ലിയർ ഫ്യൂഷന് ഹൈ എനർജി വേണം. നേരെ മറിച്ച് ന്യൂക്ലിയർ ഫിഷന് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം വലിയൊരു സാധനം ബ്രേക്ക് ചെയ്യാണ്, ഒരു ആറ്റത്തെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഫിഷൻ എന്ത് വേണ്ട? ഹൈ എനർജി ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ന്യൂക്ലിയർ ഫ്യൂഷന് ഹൈ എനർജി വേണം, ന്യൂക്ലിയർ ഫിഷന് ഹൈ എനർജി ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതേപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ സണ്ണിലും സ്റ്റാർസിലൊക്കെ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. മറിച്ച് ന്യൂക്ലിയർ ഫിഷൻ പ്രകൃതിയിൽ എവിടെയും സംഭവിക്കുന്നില്ല. പ്രധാനമായിട്ടും ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മാത്രമാണ് സംഭവിക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഓപ്ഷൻ ബി, ടു ഓൺലി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോകാം. ഇവിടെ 45ാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following is the best description of INS Astradharani that was in the news recently? Amphibious warfare ship, nuclear powered submarine, torpedo launch and recovery vessel, D, nuclear powered aircraft carrier. So INS Astradharani റീസെന്റ് ന്യൂസിൽ ഉണ്ടായിരുന്നു. സോ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി, ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ആണ് കേട്ടോ. മുന്നോട്ട് പോവാം. സോറി, ചെറിയ മിസ്റ്റേക്ക് പറ്റി. ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് കാരിയർ ആട്ടോ, സബ്മറൈൻ അല്ല, എയർക്രാഫ്റ്റ് കാരിയർ ആണ്. അതായത് വിമാനങ്ങൾക്കൊക്കെ വഹിക്കാൻ ശേഷിയുള്ള എയർക്രാഫ്റ്റ് കാരിയർ ആണ് INS അസ്ത്രധാരണി. മുന്നോട്ട് പോവാം. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 46. What is the application of somatic cell nuclear transfer technology? Option A, production of biodiesels. Option B, manufacture of biodegradable plastics. Option C, reproductive cloning of animals. D, production of organism free of disease. So somatic cell nuclear transfer technology യുടെ application താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ഫൈൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ് ഓഫ് ആനിമൽസ്. ആനിമൽസിന്റെ ഒക്കെ ക്ലോണിങ്ങിന് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജി. ഓക്കെ, സോ ക്ലോണിങ്ങിന് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജി കേട്ടോ. അപ്പൊ കറന്റിലുള്ള പ്രധാനപ്പെട്ട ടെക്നോളജികൾ, എസ്പെഷ്യലി ബയോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേട്ടങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, മുന്നോട്ട് പോവാം. Question. Which one of the following communicable disease is caused by protozoa parasites? Option A, dengue. Option B, Nipah. Option C, tuberculosis. Option D, black fever. So disease പല ടൈപ്പ് ഉണ്ട്. വൈറൽ ഡിസീസ് ഉണ്ട്, ബാക്ടീരിയൽ ഡിസീസ് ഉണ്ട്, പ്രോട്ടോസോവ ഡിസീസ് ഉണ്ട്. So there are different types of diseases. So താഴെ തന്നിരിക്കുന്നതിൽ പ്രോട്ടോസോവ പാരസൈറ്റ് മൂലം ഉണ്ടാവുന്ന ഡിസീസ് ഏതാണ്? ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ബ്ലാക്ക് ഫീവർ അഥവാ കല്ലാഹസർ ആണ് കേട്ടോ.
ഡെങ്കി നിപ്പ അതൊക്കെ എന്താണ് വൈറൽ ഡിസീസ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് ഫീവർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഈ ബ്ലാക്ക് ഫീവറിന്റെ മറ്റൊരു പേരാണ് കല്ലാഹസ. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following advantages are offered by the light combat aircraft? 1. Low weight. 2. Numerical superiority. 3. Superior maneuverability. Option A 1, option B 2 and 3, option C 1 and 3, option D all of them. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ, ജെറ്റ് വിമാനങ്ങളൊക്കെ ഉണ്ട്. സോ ലൈറ്റ് കോമ്പാക്ട് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളിലെ ജെറ്റ് വിമാനങ്ങളുടെ അഡ്വാൻറ്റേജ് താഴെ പറയുന്നവർ ഏതൊക്കെയാണ്? സോ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾക്ക് കമ്പാരിറ്റീവ്ലി ലോ വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുകൊണ്ട് നമുക്കിവിടെ ബി നമുക്ക് ഒഴിവാക്കാം. അതേപോലെ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി, ധാരാളം എണ്ണ കൂടുതൽ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ധാരാളം എണ്ണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി കൂടുതലാണ്. അപ്പൊ രണ്ട് ശരിയാണ്. അതുകൊണ്ട് നമുക്ക് സി ഒഴിവാക്കാം. സോ 1 നമുക്ക് ഇതുകൊണ്ട് ഒഴിവാക്കാം. അടുത്ത് സ്വാഭാവിക ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ ആൻസർ വരുന്ന സുപ്പീരിയർ മാനുവറിറ്റി കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകളുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following types of hydrogen is produced by the process of electrolysis of water? Option A green hydrogen, option B blue hydrogen, option C gray hydrogen, option D white hydrogen. So വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ ഏതാണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ഗ്രീൻ ഹൈഡ്രജൻ ആണ് കേട്ടോ. മുന്നോട്ട് പോവാം. ഇനി 50ാമത്തെ അവസാനത്തെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് വൺ. In addition to DNA in the nucleus, some DNA is also present in the mitochondria. Option 2, mitochondrial DNA is inherited only from the mother. Option A 1 only, option B 2 only, option C both 1 and 2, option D none of them. Okay, fine. സോ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ DNA ന്യൂക്ലിയസിന് പുറമെ സാധാരണ DNA നമുക്ക് ന്യൂക്ലിയസിലാണ് കാണാൻ കഴിയുക. DNA എവിടെയും പ്രസന്റ് ആണ്? മൈറ്റോകോൺട്രിയ, മറ്റൊരു സെൽ ഓർഗനലായ മൈറ്റോകോൺട്രിയയിലും DNA പ്രസന്റ് ആണ്. അപ്പൊ DNA ന്യൂക്ലിയസിൽ മാത്രമല്ല മൈറ്റോകോൺട്രിയയിലും കാണപ്പെടും. ദെൻ ഈ മൈറ്റോകോൺട്രിയൽ DNAയുടെ പ്രത്യേകത അത് അമ്മയിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് എന്ത് ചെയ്യും? അത് പിന്നെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. സോ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യാനുള്ള 10 ക്വസ്റ്റ്യൻസ് എൻവയോൺമെന്റിൽ നിന്നാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 51, which of the following these are the structural factors of ecosystem? 1, species composition. 2, stratification. 3, trophic structure. Option A 1 and 2, option B 2 and 3, option C 1 and 3, option D all of the above. ഒരു എക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? എക്കോസിസ്റ്റം നമുക്കറിയാം ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ആയിട്ടുള്ള വസ്തുക്കൾ, അതിന്റെ അവർക്കിടയിലുള്ള ആ ഒരു പിന്നെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സ്ഥലമാണ് എക്കോസിസ്റ്റം. ഓക്കെ, സോ നമ്മുടെ പരിസ്ഥിതിയുടെ മറ്റൊരു പേര് തന്നെയാണ് എക്കോസിസ്റ്റം. അപ്പൊ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഒരു എക്കോസിസ്റ്റത്തെ നിർണ്ണയിക്കുന്ന സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. സോ പല ടൈപ്പ് എക്കോസിസ്റ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡെസേർട്ട് ഒരു എക്കോസിസ്റ്റമാണ്. അതേപോലെ തന്നെ എവർഗ്രീൻ ഫോറസ്റ്റ്, ഓക്കെ, അത് മറ്റൊരു എക്കോസിസ്റ്റമാണ്. അതേപോലെ തന്നെ വെള്ളത്തിനടിയിൽ, ഓക്കെ, അത് മറ്റൊരു എക്കോസിസ്റ്റമാണ്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം. ഡെസേർട്ട് ഉണ്ട്, അതേപോലെ തന്നെ അക്വാട്ടിക് ഉണ്ട്, അതേപോലെ തന്നെ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം. അപ്പോൾ ഈ എക്കോസിസ്റ്റത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇത് തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്ന് സ്പീഷീസ് കോമ്പോസിഷൻ, അല്ലെ? മരുഭൂമി പോലെയുള്ള എക്കോസിസ്റ്റത്തിൽ എന്താണ് സ്പീഷീസിന്റെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞ തരം ടൈപ്പുള്ള ആനിമൽസുകളും അതേപോലെ പ്ലാന്റ്സുകളും അവിടെ ഉണ്ടാവുന്നു.
നേരെ മറിച്ച് ഒരു എവർഗ്രീൻ ഫോറസ്റ്റിലോ നിത്യഹരിത വനത്തിലോ സ്പീഷീസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പൊ സ്പീഷീസിന്റെ കോമ്പോസിഷൻ എന്താണ് എക്കോസിസ്റ്റത്തിൽ നിർണ്ണയിക്കേണ്ട ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത് സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മരുഭൂമിയിൽ നമുക്കറിയാൻ എന്തില്ല, സസ്യങ്ങളൊന്നും തന്നെ ഇല്ല, മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരെ മറിച്ച് ഗ്രീൻ ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റിലോ നമുക്കറിയാം മരങ്ങളൊക്കെ പല ടൈപ്പ് ഉണ്ട് അല്ലെ. നീളം കൂടിയ മരങ്ങളുണ്ട്, നീളം കുറഞ്ഞ മരങ്ങളുണ്ട്, ഓക്കെ, അതേപോലെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളുണ്ട്. സോ ഡിഫറെന്റ് ടൈപ്പുള്ള ലെയറുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ലെയറുകൾക്ക് പറഞ്ഞ പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പൊ ഇലപൊഴിയും കാടുകളിലേക്കാളും കൂടുതൽ സ്ട്രാറ്റിഫിക്കേഷൻസ് എവിടെ ഉണ്ടാകും? എവർഗ്രീൻ ഫോറസ്റ്റിൽ ഉണ്ടാവും. ഡെസേർട്ട് ഏരിയാസിൽ തീരെ എത്തില്ല, സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് സ്ട്രാറ്റിഫിക്കേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട പിന്നെ എക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ഫാക്ടറാണ്. ശരിയാണ്. അതേപോലെ ട്രോഫിക് സ്ട്രക്ചർ. ട്രോഫിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനർജി പിന്നെ ഇതാക്കുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇപ്പം മരുഭൂമിയിലുള്ള പിന്നെ ഈ ട്രോഫിക് സ്ട്രക്ചറും അതേപോലെ തന്നെ എവർഗ്രീൻ ഫോറസ്റ്റിലെ ട്രോഫിക് സ്ട്രക്ചറും ഡിഫറെന്റ് ആണ്. അതായത് അവിടുത്തെ ഫുഡ് ചെയിൻ ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പം പിന്നെ ഒരു മാന് എന്ത് കഴിക്കുന്നുണ്ട്? ഇല കഴിക്കുന്നുണ്ട്. ആ മാനിനെ പുലി തിന്നുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രോഫിക് സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണാൻ പറ്റും. പക്ഷെ ഇത് വ്യത്യസ്തമായിട്ടുള്ള ട്രോഫിക് സ്ട്രക്ചർ ആണ് ഡെസേർട്ട് ഏരിയാസിൽ. മീൻസ് അവിടെയുള്ള സ്പീഷീസിനനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് പിന്നെ ചെയിൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവുക. സോ ട്രോഫിക് സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട്, ഒരു എക്കോസിസ്റ്റം നിർണ്ണയിക്കുന്നുണ്ട്. സോ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? മുന്നോട്ട് പോ. അടുത്ത് question number 52. Estivation is defined as prolonged dormancy period of an organism during hot or dry period. Period of an organism spending on a specific time of the year in a dormant state. C. A period of suspended development during unfavorable conditions. D. None of them. So environmental estivation എന്ന് പറഞ്ഞ ടൈം എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? സോ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളുണ്ട്. അതിലൊന്നാണ് ഹൈബർനേഷനും മറ്റൊന്നാണ് ഹൈബർനേഷൻ, മറ്റേതാണ് ഈസ്റ്റിവേഷൻ. ഈ ഹൈബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വെച്ചാൽ ഒരു ഓർഗാനിസം, സപ്പോസ് ഒരു ആനിമൽ ഒന്നും ചെയ്യാതെ കടന്നുറങ്ങുക, അങ്ങനെ എന്ത് ചെയ്യുക, റെസ്റ്റിലെടുക്കുന്ന ആ ഒരു സ്റ്റേജിന് പറഞ്ഞ പേരാണ് ഹൈബർനേഷൻ, ഈസ്റ്റിവേഷൻ. അതിൽ ഹൈബർനേഷൻ സംഭവിക്കുക എപ്പോഴാണെന്ന് വെച്ചാൽ എന്താണ്, അതായത് വിന്റർ സമയത്ത്, തണുപ്പുള്ള സമയങ്ങളിൽ, പിന്നെ വിന്റർ സമയങ്ങളിൽ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റി നിർത്തി വെച്ചുകൊണ്ട് ഒരു അനിമൽ എന്താക്കുക, റെസ്റ്റ് എടുക്കുക. അതിനാണ് ഹൈബർനേഷൻ എന്ന് പറയാം. നേരെ മറിച്ച് ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ സമയത്ത് അഥവാ സമ്മർ സമയത്ത് ഒരു അനിമൽ എന്താക്കുക, എനർജി ലോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, കിടന്നുറങ്ങുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയോ ചെയ്തതാണ് എസ്റ്റിവേഷൻ അറിയാം. അപ്പൊ ഹൈബർനേഷൻ ആയാലും എസ്റ്റിവേഷൻ ആയാലും രണ്ടും എന്താണ്, മെറ്റബോളിക് ആക്ടിവിറ്റി. ഒരു അനിമൽ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റി നിർത്തി വെച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നതിനാണ് ഹൈബർനേഷൻ, എസ്റ്റിവേഷൻ അറിയാം. അതിൽ ഹൈബർനേഷൻ നടക്കുക എപ്പോഴാണ്? വിന്റർ മന്തിലാണ്. ഓക്കെ, നേരെ മറിച്ച് എസ്റ്റിവേഷൻ സംഭവിക്കുക സമ്മർ സമയത്താണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സോ എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇവിടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. പ്രൊലോങ് ഡോർമാൻസി പീരീഡ് ഓഫ് ആൻ ഓർഗാനിസം ഡ്യൂറിംഗ് ഹോട്ട് ആൻഡ് ഡ്രൈ പീരീഡ്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ എസ്റ്റിവേഷൻ എന്താ, ഡോർമാൻസി എന്നുള്ള കാര്യം എന്താക്കാം, പ്രത്യേകം നോട്ട് ചെയ്യാം. മുന്നോട്ട് പോകാം. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ. Two of the following adaptations can be seen in the animals of a desert regions. 1. They are nocturnal in habit. 2. They have long legs. 3. They have thick black colored fur on their body. Option A 1 and 2, option B 2 and 3, option C 1 and 2, option D all of them. So desert regionsile animals അതിന്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയായിരിക്കും? അതായത് ഓരോ അനിമൽസും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിലാണ് താമസിക്കുക. ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയക്ക് അനുസൃതമായിട്ടുള്ള ലൈഫ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം മരുഭൂമിയിൽ ഒട്ടകം താമസിക്കും, പക്ഷെ ഒരു തണുപ്പുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല, ഒട്ടകത്തിന് താമസിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ സ്ഥലത്തെയും ജോഗ്രഫിക്കൽ കണ്ടീഷൻസിനനുസരിച്ച് ആനിമൽ എന്തെയും അഡാപ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഡെസേർട്ട് റീജിയൻസിലുള്ള അനിമൽസിന്റെ
അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ്? സോ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇത്തരത്തിലുള്ള അനിമൽസ് എന്താണ് നൊക്ടേണലായിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ ഹാബിറ്റാറ്റിൽ നൊക്ടേൺ എന്താണ് പകല് ഉറങ്ങി രാത്രി ആക്റ്റീവ് ആയിരിക്കുന്ന അനിമൽസിന് വരുന്ന പേരാണ് നൊക്ടേണൽ. സോ മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളിൽ പറയാം പകല് ഭയങ്കര ചൂടായിരിക്കും, നന്നായിട്ട് എനർജി എന്ത് ചെയ്യും റിലീസ് ചെയ്യും. അപ്പൊ എന്ത് വെച്ചാല് പകല് കടന്നുറങ്ങിയിട്ട് രാത്രി ആയിരിക്കും ഈ മൃഗങ്ങളൊക്കെ ആക്റ്റീവ് ആവുക. ഡിസേർട്ട് റീജിയനിലെ അനിമൽസ് ഏറെക്കുറെയൊക്കെ എന്താണ് നൊക്ടേണലാണ്. സോ ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം എനർജി സേവ് ചെയ്യാൻ വേണ്ടി അവർ പകൽ കടന്നുറങ്ങും, രാത്രി എന്താക്കും പണിയെടുക്കും. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദേ ഹാവ് ലോങ് ലെഗ്സ് ശരിയാണ്. മരുഭൂമി പോലുള്ള സ്ഥലത്ത് താമസിക്കുന്നതിന് വലിയ നീളം കാലുകൾ വേണം, ശരിയാണ്. അടുത്ത് ദേ ഹാവ് തിക്ക് ബ്ലാക്ക് കളേർഡ് ഫർ ഓൺ ദർ ബോഡി. ബോഡിയിൽ തിക്ക് ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള പിന്നെ രോമം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നമുക്കറിയാം ഈ ബ്ലാക്ക് കളറിന്റെ പ്രത്യേകത, ഈ ബ്ലാക്ക് കളറ് പിന്നെ ചൂട് പിന്നെ എന്ത് ചെയ്യും ആഗിരണം ചെയ്യും. ഓക്കെ, ഇവിടെ ഈ മരുഭൂമിയിൽ താമസിക്കുന്ന അനിമൽസിന് ഈ ബ്ലാക്ക് കളർ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഈ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന എനർജി പെട്ടെന്ന് എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർക്ക് എന്തുണ്ടാവില്ല ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള രോമങ്ങൾ ഉണ്ടാവില്ല, കുറച്ച് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള രോമങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മരുഭൂമിയിൽ ഒട്ടകത്തിനായാലും ഏത് മൃഗത്തിനായാലും നമുക്ക് കാണാൻ കഴിയും ലൈറ്റ് കളർ ആയിരിക്കും, ഒരിക്കലും ബ്ലാക്ക് കളർ കാണാൻ പറ്റില്ല. സോ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത എനർജി പെട്ടെന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള രോമങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് 1, 2 ശരിയാണ്, 3 തെറ്റാണ്. സോ ഓപ്ഷൻ എ 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് ഒരു കാര്യം. സോ ഓരോ ജോഗ്രഫിക്കൽ കണ്ടീഷൻസിലും ഉള്ള അനിമൽസിന് അത് ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയക്ക് അനുസൃതമായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ വിന്റർ സ്ഥലങ്ങളിലും അതേപോലെ തന്നെ ഡെസേർട്ട് സ്ഥലങ്ങളിലൊക്കെയുള്ള അനിമൽസിന്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എന്താക്കിയിരിക്കണം അറിഞ്ഞിരിക്കണം. സ്റ്റാർട്ട് മുന്നോട്ട് പോവാം. അടുത്ത് 54ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു മെർക്കുറി പൊല്യൂഷൻ. Mercury can be toxic and can cause damage to nervous and immune system. Recently, a binding agreement was signed at a meeting of the Conference of Parties with the Minamata Convention on Mercury to combat illegal trade in mercury. Option A 1 only, option B 2 only, option C both are not, option D none of the above. മെർക്കുറി പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മെർക്കുറി, ഈ മെർക്കുറി കാരണം ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണ് മിനാമാത ഡിസീസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ മെർക്കുറി നെർവ് സിസ്റ്റത്തിനും അതേപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ട്, റീസെന്റ് പിന്നെ ഈ മെർക്കുറി പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അഥവാ COP അഥവാ മിനാമാത കൺവെൻഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് ബൈൻഡിങ് അഗ്രിമെന്റ് അല്ല, രാജ്യങ്ങൾക്ക് നിർബന്ധമല്ല, നോൺ ബൈൻഡിങ് അഗ്രിമെന്റ് ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ എ 1 ഓൺലി ആണ് അവിടെ, സോറി ഇൻകറക്റ്റ് ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് ഓപ്ഷൻ ബി 2 ഓൺലി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോവാം. അടുത്ത് question 55. Which of the following factors contribute to eutrophication? Excessive use of fertilizer, untreated sewage, detergents containing phosphorus, or discharge of industrial waste. Option A 1 and 2, option B 2 and 3, option C 2, 3, 4, option D all of them. യൂട്രോഫിക്കേഷന്റെ കാരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? സോ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അക്വാട്ടിക് അല്ലെങ്കിൽ ജലം ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ കുളമാവാം റിവർ ആവാം, ഓക്കെ, അങ്ങനെ ജലം ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിൽ ഈ ഫെർട്ടിലൈസറുകളും മറ്റൊക്കെ സാധനങ്ങളൊക്കെ ഒലിച്ചു വന്നിട്ട് വെള്ളത്തിൽ അത് കിടക്കും. തൽഫലമായി വെള്ളത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും. തൽഫലമായി പായലുകളും കാര്യങ്ങളൊക്കെ രൂപാന്തരപ്പെടും. അങ്ങനെ ജലത്തിന് മുകളിൽ പായലുകൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ജലത്തിനടിയിലേക്ക് പിന്നെ ലൈറ്റ് എന്തില്ല എന്നില്ല. തൽഫലമായിട്ട് ജലത്തിനടിയിലുള്ള പിന്നെ ജീവജാലങ്ങളൊക്കെ അത് ബാധിക്കും. സോ ഈ ഫെർട്ടിലൈസറുകൾ പോലെയുള്ള
സാധനങ്ങൾ മണ്ണിൽ നമ്മൾ ഇടും, അത് ഒലിച്ചു പോയി വെള്ളത്തിലെത്തും. തൽഫലമായി വെള്ളത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും. തൽഫലമായി പായൽ പോലുള്ള സംഭവങ്ങൾ എന്താക്കും, ജലത്തിന് മേലെ രൂപാന്തരപ്പെടും. തൽഫലമായി ഡേറ്റ് താഴേക്ക് എത്തൂല. ഡേറ്റ് താഴേക്ക് എത്തുന്നതിന്റെ ഫലമായിട്ട് താഴെയുള്ള ഓർഗാൻസ് എന്ത് ചെയ്യും, ബാധിക്കും. തൽഫലമായി എന്ത് ചെയ്യും, ജലത്തിലെ മൊത്തം ജീവനാംശവും ഇല്ലാണ്ടാവും. ആ ഒരു പ്രതിഭാസം പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ യൂട്രോഫിക്കേഷന് കാരണമാകുന്നുണ്ട്, ശരിയാണ്. അതൊരു അൺട്രീറ്റഡ് സീവേജ്, ഓക്കെ, ഈ മലിനജലങ്ങളൊക്കെ ഇവിടെ അൺട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സീവേജ് യൂട്രോഫിക്കേഷന് കാരണമാകുന്നുണ്ട്. അതേപോലെ ഡിറ്റർജൻസ് കണ്ടെയ്നിങ് ഫോസ്ഫറസ് ഉൾക്കൊള്ളുന്ന ഡിറ്റർജന്റുകളും ഇതിന് കാരണമാവുന്നുണ്ട്, യൂട്രോഫിക്കേഷന് കാരണമാവുന്നുണ്ട്. അതുപോലെ ഡിസ്ചാർജ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് യൂട്രോഫിക്കേഷന് കാരണമാവുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ ബോ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോകാം. അടുത്ത 56ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following have been labeled as the forever chemicals? താഴെ പറയുന്നവയിൽ ഏതാണ് ഫോർഎവർ കെമിക്കൽസിൽ ഉൾക്കൊള്ളുന്നത്? ഡിക്ലോറോഡോഫിനോൽത്രിൻ ട്രൈക്ലോറോത്തൈൻ അഥവാ DDT, കാർബൺ ഡൈ ഓക്സൈഡ്, ഫ്ലൂറോഫ്ലൂറോകാർബൺസ്, പെർഫ്ലൂറോക്വിൻ ആൻഡ് പോളിഫ്ലൂറോക്വിൻ സബ്സ്റ്റൻസസ്. താഴെ പറയുന്നതിൽ ഏതാണ് ഫോർഎവർ കെമിക്കൽസ് എന്നറിയപ്പെടുന്നു? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. പെർഫ്ലൂറോക്കിലും അതേപോലെ തന്നെ പോളിഫ്ലൂറോക്കിൽ സബ്സ്റ്റൻസുമാണ് ഇതാക്കുന്നത് ഫോർഎവർ കെമിക്കൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റീസെന്റ് ഒരു പഠനം നടന്നിട്ടുണ്ട്. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പെർഫ്ലൂറോക്കിലെയും അതേപോലെ തന്നെ പോളിഫ്ലൂറോക്കിലെയും സബ്സ്റ്റാൻസുകളെ എൻവിറോൺമെന്റിലാക്കുന്ന ഇമ്പാക്ടുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഫോർഎവർ കെമിക്കൽസ് എന്ന് വിളിക്കുന്നത്. കറന്റ് ന്യൂസ് ആണ് കേട്ടോ. മുന്നോട്ട് പോകാം. അടുത്തത് ക്വസ്റ്റ്യൻ 57. If you visit the famous Kaziranga National Park, which one of the following wildlife you can see? One horned rhino, Bengal tiger, golden langur, swamp deer. Option A 1 and 2, option B 1, 2, 4, option C 2 and 4, option D all of them. So Kaziranga National Park നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ പറഞ്ഞ ഏതൊക്കെ അനിമൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും? സോ അസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഉള്ളത്. കാസിരംഗ നാഷണൽ പാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അനിമൽ ആണ് വൺ ഹോൺ റീനോ. റീനോ പ്രധാനമായിട്ട് കാണപ്പെടുന്ന അവിടെയാണ്. അതുകൊണ്ട് ഒന്ന് ശരിയാണ്. സി നമുക്ക് ഒഴിവാക്കാം. ബംഗാൾ ടൈഗർ, ഓക്കെ, ബംഗാളിലും ആസാമിലൊക്കെ ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് പ്രധാനമായിട്ടും ബംഗാൾ ടൈഗറിനെ കാണുന്നത്. കണ്ടോ, ഇവിടെ ശരിയാണ്. അതുപോലെ സോമ ഡിയറിനെയും കാണപ്പെടുന്നുണ്ട്. പക്ഷെ ഗോൾഡൻ ലങ്കൂറിനെ കാണാൻ കഴിയില്ല. ഈ ഗോൾഡൻ ലങ്കൂർ വെസ്റ്റേൺ ആസാമിലും അതേപോലെ തന്നെ സത്തേൺ ഭൂട്ടാനിലും മാത്രമുള്ള അവിടെ ആ രണ്ട് പ്രദേശങ്ങളിൽ, അതായത് ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും അതിർത്തിയിൽ മാത്രം കാണപ്പെടുന്ന അനിമലാണ് ഗോൾഡൻ ലങ്കർ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഭൂട്ടാൻ, മനാസ് റിവർ, അതേപോലെ തന്നെ സാങ്കോഷ് റിവർ, ബ്രഹ്മപുത്ര റിവർ, ഓക്കെ, സോ ഈ സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ആരെ കാണപ്പെടുന്നത്? ഗോൾഡൻ ലങ്കൂറിനെ കാണപ്പെടുന്നത്. സോ ഗോൾഡൻ ലങ്കൂർ ഒരു പറഞ്ഞ ടൈപ്പ് ഓഫ് മങ്കിയാണ്, ഒരു ടൈപ്പ് കുരങ്ങാണ്. ഇന്ത്യ ആസാമിലെയും അതേപോലെ തന്നെ ഭൂട്ടാന്റെയും അതിർത്തി പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും ഗോൾഡൻ ലങ്കൂറിനെ കാണപ്പെടുന്നത്. സോ വെസ്റ്റേൺ സൈഡിലുള്ള കാസിരംഗ നാഷണൽ പാർക്കിൽ എന്തില്ല? ഗോൾഡൻ ലങ്കൂറില്ല. സോ ഗോൾഡൻ ലങ്കൂറൊക്കെ ബാക്കിയെല്ലാം കാണപ്പെടുന്നുണ്ട്. സോ ഓപ്ഷൻ ബി 1, 2, 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത് കൺസിഡർ ദ ഫോളോവിംഗ് പ്ലാന്റ്സ്: റെഡ് വാണ്ട, യൂക്കാലിപ്സ്, ലേഡി സ്ലിപ്പർ ഓർക്കിഡ്, pitcher plant. Which among the above are prohibited to cultivate as per the Schedule 6 of Wildlife Protection Act of 1972? Option A 1 and 2, option B 1, 3, 4, option C 2, 3, 4, option D all of them. So Wildlife Protection Act ന്റെ ഷെഡ്യൂൾ നമ്പർ 6 പ്രകാരം കൾട്ടിവേറ്റ് ചെയ്യാൻ പാടില്ലാത്ത പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ്?
യൂക്കാലികളൊക്കെ നമ്മൾ പല സ്ഥലത്തും ഉൽപ്പാദിപ്പിച്ചത് കണ്ടിട്ടുണ്ട്, ഇതൊരിക്കലും തടഞ്ഞിട്ടില്ല. യൂക്കാലി ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്. സോ 134 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ 6th ഷെഡ്യൂൾ പ്രകാരം എന്താണ്, ചില ടൈപ്പ് പ്ലാന്റ്സുകൾ എന്ത് ചെയ്യാൻ പാടില്ല, കൾട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണ്? ബെഡോമീസ് സൈക്കാഡ്, ബ്ലൂ വാണ്ട, കുച്ച്, ലേഡി സ്ലിപ്പർ ഓർക്കിഡ്, പിക്ചർ പ്ലാന്റ് ആൻഡ് റെഡ് വാണ്ട. ഓക്കെ, തുടങ്ങിയ സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം പ്രത്യേകം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം സെർട്ടൻ ടൈപ്സ് ഓഫ് അനിമൽസിനെ വേട്ടയാടപ്പെടാനും പാടില്ല, സെർട്ടൻ ടൈപ്സ് ഓഫ് പ്ലാന്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും പാടില്ല. സോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ 6th ഷെഡ്യൂളിലാണ് ഇത്തരം പ്ലാന്റ്സുകളെ പറ്റി പ്രതിപാദിക്കുന്നത്. 6th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്ലാന്റ്സുകൾ ഏതൊക്കെയെന്നുള്ള കാര്യത്താക്കാം ഒന്ന് പഠിച്ചു കൊടുക്കാം. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത് ക്വസ്റ്റ്യൻ 59. An area owned by the state government adjacent to national parks and sanctuaries for protecting the landscape, seascape and habitat of fauna and flora is the definition of Environmental Reserve, Sanctuary, Conservation Reserve, Sacred Ground. നാഷണൽ പാർക്കിന്റെയും വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെയും പരിസര പ്രദേശങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ചെയ്തിരിക്കുന്നു. ഇത്തരം പ്രദേശത്തിന് പറയുന്ന പേരെന്താണ്? സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ സി കൺസർവേഷൻ റിസർവ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നാഷണൽ പാർക്ക് ആണെങ്കിൽ ഈ നാഷണൽ പാർക്കിന്റെ പരിസര പ്രദേശമാണ് കൺസർവേറ്റീവ് റിസർവ്. ഓക്കെ, ഇത് ഈ കൺസർവേറ്റീവ് റിസർവ് ഏരിയ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ഓൺ ചെയ്യുക. ഇത്തരം സ്ഥലങ്ങളിൽ എന്താണ്, പിന്നെ ലാൻഡ്സ്കേപ്പുകളോ സീസ്കേപ്പുകളോ ഈ ഹാബിറ്റൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇതാക്കുന്നുണ്ട്, ഗവൺമെന്റ് നേരിട്ടെടുക്കും. സോ ഈ സ്ഥലങ്ങളിലൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളെ ഒരു പരിധിവരെ സമ്മതിക്കുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ നാഷണൽ പാർക്കിന്റെയോ വൈൽഡ് ലൈഫ് സെഞ്ചുറിയുടെയോ ബോർഡർ ഏരിയാസ് ആണ് കൺസർവേഷൻ റിസർവ്സ്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത് 60ാമത്തെ ക്വസ്റ്റ്യൻ. The term Karakoram anomaly seen in the news is related to which of the following? Artificial glacier, fast melting due to global warming, resistance of glaciers towards global warming, the disappearance of glacier. So recently ന്യൂസിലുള്ള കാരക്കോറം അനോമലി എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? സോ ഹിമാലയൻ മലനിരകളുടെ ഏറ്റവും നോർത്തസ്റ്റ് പോയിന്റ് ആണ് കാരക്കോറം മലനിരകൾ. അപ്പൊ ഈ കാരക്കോറം മലനിരകളിൽ കാണപ്പെടുന്ന കാരക്കോറം അനോമലി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാധാരണഗതിയിൽ ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, മഞ്ഞുകളൊക്കെ ഉരുകും. അതിന് എക്സെപ്ഷൻ ആണ് കാരക്കോറം. സോ ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായിട്ടും ഈ കാരക്കോറം മലനിരകളിലെ പിന്നെ ഗ്ലേഷ്യസ് ഉണ്ടാക്കുന്നില്ല, പിന്നെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അത് പകരം അത് റെസിസ്റ്റ് ചെയ്യാണ്. റെസിസ്റ്റൻസ് ഓഫ് ഗ്ലേഷ്യസ് ടുവാർഡ്സ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിനോടുള്ള കാരക്കോറം റേഞ്ചുകളിലെ ഗ്ലേഷ്യസ് അഥവാ ഹിമപാടികളുടെ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് കാരക്കോറം അനോമലി. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള പിന്നെ 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നാണ്. സോ എൻവയോൺമെന്റും കഴിഞ്ഞു, സോ എക്കണോമി കഴിഞ്ഞു, കേരള എക്കണോമി കഴിഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞു, എൻവയോൺമെന്റ് കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇംഗ്ലീഷും മലയാളമാണ്. ഇനിയുള്ള 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നും പിന്നെയുള്ള 30 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിന്നുമാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 61. Everyone in my class has to learn computer program. Option A, wished. Option B, wishing. Option C, wish. Option D, have wished. Okay. So ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വിഷസ് ആണ് കേട്ടോ. ക്ലാസ്സിൽ എല്ലാവരും ആ പ്രോഗ്രാം കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ സി, വിഷസ് ആണ്. എവ്രി വൺ എന്നുള്ളത് എല്ലാവരും എന്ന് പറയുന്നത് പ്ലൂറലാണ് എന്ന് കരുതെങ്കിലും എവ്രി വണ് ആക്ച്വലി അത് സിംഗുലർ ആയിട്ടുള്ള പരിഗണിക്കുന്നത്. സോ വിഷസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ എവ്രി വൺ, എനിബഡി തുടങ്ങിയ അത്തരത്തിലുള്ള കളക്റ്റീവ് നോണുകളെയൊക്കെ സിംഗിൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മുന്നോട്ട് പോവാം. അടുത്ത 62ാമത്തെ ക്വസ്റ്റ്യൻ. Philanthropist is one who aids everybody,
who loves mankind, who walks along streets, D, who collects stars. ആരാണ് ഫിലാന്ത്രോപിസ്റ്റ്? സോ ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ മാൻകൈൻഡ് അഥവാ മനുഷ്യനെ സ്നേഹിക്കുന്നവൻ ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മുന്നോട്ട് പോവാം. അടുത്ത് bibliophile means one who loves Bible, one who loves book, a person who strong opinion, D, one who can be believed. bibliophile എന്ന് വിളിക്കുന്നത് ആരെയാണ്? വെക്കാബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സോ പുസ്തകത്തെ കൂടുതലായി ഇഷ്ടപ്പെടുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് bibliophile. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത് എപ്പിലോഗ് ഈസ് introductory part of literary work, storyline of a literary work, concluding part of a literary work, synopsis of a literary work. എപ്പിലോഗിന്റെ മീനിങ് എന്താണ്? ഒരു സാഹിത്യ പുസ്തകത്തിന്റെ ഇൻട്രോഡക്ഷൻ, ഒരു സാഹിത്യ പുസ്തകത്തിന്റെ കഥ, ഒരു സാഹിത്യ പുസ്തകത്തിന്റെ കൺക്ലൂഡിംഗ് പാർട്ട്, അല്ലെങ്കിൽ സാഹിത്യ വർക്കിന്റെ ചുരുക്കം. എന്താണ് എപ്പിലോഗിന്റെ മീനിങ്? സോ ഫൈൻ, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക്. ഒരു ലിറ്റററി വർക്കിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിന് പറയുന്ന പേരാണ് എപ്പിലോഗ്. അടുത്ത് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ മീൻസ് വെരി റയർലി എക്സ്ട്രീം ഹാപ്പിനെസ്, തണ്ടർ, സഡൻ ആൻഡ് അൺഎക്സ്പെക്ടഡ് ഈവന്റ്. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന് മീനിങ് ആണ്. സോ സഡൻ അൺഎക്സ്പെക്ടഡ് ഈവന്റ്, വളരെ പെട്ടെന്നുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിന് പറയുന്ന പേരാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ. ദ മീനിങ് ഓഫ് യൂത്തനേഷ്യ. യൂത്തനേഷ്യയുടെ മീനിങ് എന്താണ്? മേഴ്സി കില്ലിംഗ്, മർഡർ, അസാസിനേഷൻ, അട്രോസിറ്റി. യൂത്തനേഷ്യ ന്യൂസിൽ ഇങ്ങനെ വരുന്നതാണ്. സോ യൂത്തനേഷ്യ മീൻസ് മേഴ്സി കില്ലിംഗിന് പറയുന്ന പേരാണ് യൂത്തനേഷ്യ. ഹൃദയവധം എന്നൊക്കെ മലയാളത്തിൽ പറയും. അടുത്ത് അന്റോണിയം ഓഫ് ഒബ്ലിഗേറ്ററി ഈസ് വോളണ്ടറി, കമ്പൽസറി, നെസറി, അൺഎക്സ്പെക്ടഡ്ലി. ഒബ്ലിഗേറ്ററിയുടെ വിപരീത പദം എന്താണ്? ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ടത് എന്നാണ് ഒബ്ലിഗേറ്ററിയുടെ മീനിങ്. അതിന് നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നാണ് ഇതിന്റെ ഓപ്പോസിറ്റ് വരല്. സോ ഓപ്ഷൻ എ വോളണ്ടറി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത് അന്റോണിയം ഓഫ് ഡിസെമിനേറ്റ്, ബ്രോഡ്കാസ്റ്റ്, കോൺവേ, ഡിഫ്യൂസ്, വിത്ത് ഹോൾഡ്. ഡിസെമിനേറ്റിന്റെ വിപരീത പദം എന്താണ്? ഡിസെമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? വിതരണം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ അതിന് നേരെ ഓപ്പോസിറ്റ് വിത്ത് ഹോൾഡ്, പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത് the walls are dirty, it's time we dash them. Paint, must paint, ought to paint, painted. സോ ഇവിടെ ഫില്ല് ചെയ്ത ഭാഗം കണ്ടെത്തുക. ഫില്ല് ചെയ്യേണ്ട ഭാഗം ഇവിടെ ഓപ്ഷൻ ഡി പെയിന്റഡ് ആണ് വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, മതിലുകൾ അഴുക്ക് നിറഞ്ഞതാണ്. ഇറ്റ്സ് ടൈം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇറ്റ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അവിടെ പാസ്റ്റ് സെന്റൻസ് കയറി വേണം. ഇറ്റ്സ് ടൈം. ശ്രദ്ധിക്കുക, ഇറ്റ്സ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ സെന്റൻസിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ നോട്ട് ചെയ്യാം, ഗ്രാമറ്റിക്കൽ റൂൾ ആണ് പറഞ്ഞത്. ഇറ്റ്സ് ടൈം ആണെങ്കിൽ ഒരു സെന്റൻസിൽ ഇറ്റ്സ് ടൈം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട വെർബ് പാസ്റ്റ് വെർബാണ്. സോ ഓപ്ഷൻ ഡി പെയിന്റഡ് ആണ് കറക്റ്റ് ആൻസർ. ടൈം എന്ന് കഴിഞ്ഞാൽ ടൈമിന് ശേഷം ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത് he wrote a mask. Sorry, he wore a mask so that nobody dash him would recognize, won't recognize, can recognize, may recognize. അദ്ദേഹം മാസ്ക് ധരിച്ചത് കൊണ്ട് അദ്ദേഹത്തെ ആരും തിരിച്ചറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. സോ എന്താണ് ആൻസർ വരിക?
ഇവിടെ നോബഡി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ വോണ്ട് റെക്കഗ്നൈസ് എന്തെങ്കിലും യൂസ് ചെയ്യില്ല. സോ ബി നമുക്ക് ഒഴിവാക്കാം. സോ വുഡ് റെക്കഗ്നൈസ് നോ, ക്യാൻ റെക്കഗ്നൈസ് നോ, മേ റെക്കഗ്നൈസ് നോ ആണ് വേണ്ടത്. അദ്ദേഹം ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്. ബോർ എന്ന് പറഞ്ഞാല് പിന്നെ വിയറിന്റെ പാസ്റ്റ് ആണ്. സോ ഹി വിയർ എന്നാണ് ഉപയോഗിച്ചതെങ്കിൽ നമുക്ക് എന്താക്കാം, അവിടെ വില്ല് ചേർക്കാമായിരുന്നു. നോബഡി വിൽ അണ്ടർസ്റ്റാൻഡ് ഹിം നോ ചേർക്കാമായിരുന്നു. അത് നോബഡി വിൽ റെക്കഗ്നൈസ് ഹിം ചേർക്കാമായിരുന്നു. പക്ഷെ ഹി ബോർ എന്നാണ് ഉപയോഗിച്ചത്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. സ്വാഭാവികമായിട്ടും വില്ലിന്റെ പാസ്റ്റ് ഉപയോഗിക്കണം. സോ അത് വുഡ് ആണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, വുഡ് റെക്കഗ്നൈസ് കേട്ടോ. ഹി വോർ എ മാസ്ക് സോ ദാറ്റ് നോബഡി റെക്കഗ്നൈസ് ഹിം. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ കണ്ടീഷണൽ ക്ലോസിംഗ് എന്ന് പറയുന്ന പദം ക്ലോസിന്റെ 3 റൂളുകളുണ്ട്. അത് പഠിച്ചിരിക്കണം. ഇനി ഡിസ്കസ് ചെയ്യാനുള്ള 30 ക്വസ്റ്റ്യൻസ് മലയാളം, മലയാളം ഗ്രാമർ, അതേപോലെ തന്നെ മലയാളം കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഭാഗത്താണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 71. താഴെ പറയുന്നവയിൽ സൂചക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? അധ്യാപകർ, തിരുവടികൾ, മരങ്ങൾ, കുട്ടികൾ. ഓക്കെ ഫൈൻ. സോ ബഹുവചനം പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്. സലിംഗ ബഹുവചനം ഉണ്ട്, അതേപോലെ തന്നെ അലിംഗ ബഹുവചനം ഉണ്ട്, പൂജക ബഹുവചനം ഉണ്ട്. ഈ പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും, ഒറ്റ വ്യക്തിയായിരിക്കും. പക്ഷെ അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനാർത്ഥം എന്താക്കുന്നു, നമ്മള് ബഹുവചനത്തിലാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്വാമികൾ, സ്വാമികൾ എന്ന് പറയുമ്പോ ഒരൊറ്റ വ്യക്തിയാണ് അല്ലെ? ചിത്രാനന്ദ സ്വാമികൾ എന്നാണ് പറയാം, ഒരൊറ്റ വ്യക്തിയാണ്. പക്ഷെ ബഹുമാനാർത്ഥം എന്താക്കുന്നു, അവിടെ ബഹുവചനം കൊടുക്കുന്നു. അപ്പൊ ഒരൊറ്റ വ്യക്തിയെ ബഹുമാനാർത്ഥം, ഓക്കെ, ഒരൊറ്റ വ്യക്തിയെ ബഹുമാനാർത്ഥം ബഹുവചനമായിട്ട് ഉപയോഗിക്കൽ എന്ന് പറഞ്ഞാണ് പിന്നെ പൂജക ബഹുവചനം. താഴെ ധരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് എക്സാമ്പിൾ തിരുവടികളാണ് കേട്ടോ. തിരുവടികൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അപ്പം അലിംഗ ബഹുവചനം എന്താ, സലിംഗ ബഹുവചനം എന്താ, പൂജക ബഹുവചനം എന്താ, അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത് അശ്വമേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ്? ഓപ്ഷൻ എ ശ്രീ വി ശ്രീരാമൻ, ഓപ്ഷൻ ബി UK കുമാരൻ, ഓപ്ഷൻ സി പി ശ്രീധരമേനോൻ, ഓപ്ഷൻ ഡി കെ ശ്രീകുമാർ. സോ ആശാമേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാരനാണ് കേട്ടോ. അപ്പം മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാര് അവരുടെ തൂലികാ നാമം, അതായത് അവരുടെ പെൻനെയിം അറിഞ്ഞിരിക്കണം. സോ ആശാമേനോൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാരനാണ്. ശ്രീകുമാരനാണ്. അടുത്ത് ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏത്? തുടങ്ങുക, ബി കൂലി കൊടുക്കുക, സി ഉറങ്ങുക, ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക. ഇത് PSCയുടെ ഒരു ക്ലീശേ ക്വസ്റ്റ്യൻ ആണ്, ധാരാളം എക്സാമുകളിൽ ചോദിച്ച ചോദ്യം കൂടിയാണ്. സോ എന്താണ് ധനാശി പാടുക എന്ന വാക്കിന്റെ അർത്ഥം? സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്നുള്ളത് ഇതിനർത്ഥം അവസാനിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കഥകളി കുറച്ച് സ്റ്റേജിലൂടെയാണ് കടന്നു പോവുക. കഥകളിയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് ധനാശി പാടുക. അതായത് കഥകളിയുടെ കൺക്ലൂഡിംഗ് പാട്ടിന് പറഞ്ഞ പേരാണ് ധനാശി പാടുക. ധനാശി പാടലോട് കൂടി കഥകളി അവസാനിച്ചു. അപ്പൊ ധനാശി പാടുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം അവസാനിക്കുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. മുന്നോട്ട് പോവാം. അടുത്ത 74ാമത്തെ ക്വസ്റ്റ്യൻ. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിന് ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. നനഞ്ഞിടം കുഴിക്കുക, വാശി പിടിക്കുക, വിഴുപ്പലക്കുക, അനാവശ്യ കാര്യത്തിൽ ഇടപെടുക. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്ന വാക്കിന്റെ എല്ലാ പ്രയോഗത്തിന് ഉചിതമായിട്ടുള്ള മലയാള ശൈലി ഏതാണ്? സോ വാഷിംഗ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററൽ മീനിങ് വരുന്നത് എന്താണ്? മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത പിന്നെ അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അതിനാണ് ആക്ച്വലി പിന്നെ വാഷ് ഡേർട്ടി ഇൻ പബ്ലിക് എന്ന് പറയാം. അതായത്
ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താക്കുക, അവരോട് സംസാരിക്കുക. ആളുകൾ പ്രൈവറ്റ് ആയിട്ട് വെക്കണം എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ എന്താക്കുക, അവർക്ക് ഇഷ്ടപ്പെടാതെ സംസാരിക്കുക. അത്തരം കൊട്ടാരങ്ങൾക്ക് പറഞ്ഞ പേരാണ് വാഷ് കേട്ടില്ല ഇൻ പബ്ലിക്. അതിന് ഉചിതമായിട്ടുള്ള മലയാള പ്രയോഗം വിഴുപ്പലക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത 75ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്ത്? തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്താണ്? വിക്ഷേപണി, കാക്കു, വിത്തിക, വിശ്ലേഷണം. മലയാള ചിഹ്നങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. സോ തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്ത്? എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കട്ടോ. ഓക്കെ ഫൈൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വിത്തിക. തന്നിരിക്കുന്ന ചിഹ്നത്തിന് പറഞ്ഞ പേര് വിത്തിക എന്നാണ്. ഓക്കെ, ഇവിടുക. എഴുതാറാമത്തെ ക്വസ്റ്റ്യൻ. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏത്? ലോകസത്യം, അപ്രിയ സത്യം, നഗ്നസത്യം, ദുഃഖസത്യം. ഹോം ട്രൂത്ത് എന്ന വാക്കിന് തുല്യമായി വരുന്ന മലയാള പദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അപ്രിയ സത്യം. കേട്ടോ, കേൾക്കാൻ രസമില്ലാത്ത സത്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഹോം ട്രൂത്ത്. കേട്ടോ. അടുത്ത 77. ഗണപതി കല്യാണം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം? ഉപേക്ഷ രക്ഷപ്പെടുക, നാളെ നാളെ എന്ന് നീട്ടുപോവുക, കൂസലില്ലാതെ ഓരോന്ന് പറയുക, പുസ്തകപ്പുഴ. ഗണപതി കല്യാണം എന്ന പ്രയോഗത്തിന്റെ മലയാള പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഓക്കെ ഫൈൻ. സോ ഗണപതി കല്യാണം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി നാളെ നാളെ എന്ന് നീണ്ടു പോവുക. ഓക്കെ, സോ ലോട്ടറി നാളെ നാളെ എന്നല്ല, എക്സാമ്പിൾ പറയാം. നാളെ നാളെ എന്ന് പറഞ്ഞാൽ നീണ്ട് 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 ലാസ്റ്റ് അത് നടക്കാതെ പോവുക. ആ ഒരു ഇതിന് പറഞ്ഞ പേരാണ് ഗണപതി കല്യാണം. ഓക്കെ, മുന്നോട്ട് പോവാം. ഈ ഗണപതിയുടെ കല്യാണം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണല്ലോ. ഓക്കെ, നാളെ നാളെ നീണ്ടു പോവല്ലേ. സോ ഒരർത്ഥമാണ് ഉപയോഗിക്കുന്നത്. മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ആ പ്ലസ് വൺ, അവ പ്ലസ് വൺ, അവ പ്ലസ് അൻ, ആ പ്ലസ് അൻ. സോ അവൻ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെടുക്കുക? പി എസ് സിയുടെ ക്ലീശ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആ പ്ലസ് അന്നാണ് അവൻ. ഓക്കെ, അപ്പൊ പിരിച്ചെഴുതുന്നു കൂട്ടെഴുതുന്നത് നമ്മൾ എന്താക്കണം, പഠിക്കണം. അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ. ക്രിയാനാമത്തിന് ഉദാഹരണം? കരച്ചിൽ, ഇരുട്ട്, പുഴ, രാമൻ. ക്രിയാനാമം വെർബൽ നൗണിന്റെ എക്സാമ്പിൾ ഇതാണ്. ക്രിയ എന്ന് പറയുന്ന ഒരു വെർബാണ്, ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ നിന്നുണ്ടാവുന്ന നാമം. ഇപ്പം കരയുക എന്ന് പറയുന്ന ക്രിയയിൽ നിന്നാണ്, വെർബിൽ നിന്നാണ് കരച്ചിൽ എന്ന് പറയുന്ന നാമം ഉണ്ടായത്. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓടുക എന്നുള്ള വെർബിൽ നിന്നാണ് ഓട്ടം ഉണ്ടാവുക. ഓക്കെ, നടക്കുക എന്നുള്ള വെർബിൽ നിന്നാണ് നടത്തം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരം നാമങ്ങൾക്ക് ഒരു വെർബിൽ നിന്നും ഒരു ക്രിയയിൽ നിന്നുണ്ടാവുന്ന നാമത്തിന് പറയുന്ന പേരാണ് ക്രിയ നാമം. മുന്നോട്ട് പോകാം. സോ നാമങ്ങൾ പല ടൈപ്പിൽ നിന്നുള്ള എന്താക്കുക, പ്രത്യേകം നോട്ടെ കേട്ടോ. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ. പശു ഗോപാലനാൽ മേയ്ക്കപ്പെടുന്നു. പ്രയോഗം തിരിച്ചറിയുക. കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, കാവോ പ്രയോഗം, മുകളിൽ പറഞ്ഞതൊന്നുമല്ല. പശു ഗോപാലനാൽ മേയ്ക്കപ്പെടുന്നു, ഈ പ്രയോഗം ഏതാണ്? ഓക്കെ, സോ കർത്തരി പ്രയോഗമുണ്ട്. ഈ കർത്തരി പ്രയോഗത്തില് കർത്താവിനാണ് പിന്നെ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഗോപാലൻ പശുവിനെ മേയ്ക്കുന്നു. ഇവിടെ കർത്താവായിട്ടുള്ള ഗോപാലനാണ് പ്രസക്തിയുള്ളത്. അല്ലെങ്കിൽ രാമൻ രാവണനെ കൊന്നു. ഇവിടെ കർത്താവായിട്ട് ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, അയാളാണ് കർത്താവ്. ഓക്കെ, ഇവിടെ രാമനാണ് കൊല്ലുക എന്നുള്ള പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് ഇവിടെ കർത്താവിനാണ് പ്രാധാന്യം. അപ്പൊ കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന സെന്റൻസ് ആണ് പിന്നെ കർത്തരി പ്രയോഗം അല്ലെങ്കിൽ കർത്തരി സെന്റൻസ് എന്ന് പറയുന്നത്. കർത്തരി പ്രയോഗം എന്ന് പറയാം. ഓക്കെ, നേരെ മറിച്ച് പിന്നെ കർമ്മത്തിനാണ് പ്രസക്തിയെങ്കിൽ അത്തരം
പ്രയോഗത്തിന് പറയുന്ന പേരാണ് കർമ്മണി പ്രയോഗം. അപ്പം രാമനാൽ കൊല്ലപ്പെട്ടു. ഇവിടെ രാവണനാണ് പ്രസക്തി. ഓക്കെ, അപ്പം കർമ്മത്തിന് പ്രസക്തിയുള്ള സെന്റൻസിന് പറഞ്ഞ പേരാണ് കർമ്മണി പ്രയോഗം. ഇവിടെ പശു ഗോപാലനാൽ മേയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പശുവിനാണ് പ്രസക്തി കിട്ടുന്നത്. സോ അങ്ങനെ കർമ്മത്തിന്, ഓക്കെ, കർത്താവിനേക്കാളും കർമ്മത്തിന് പ്രസക്തി കിട്ടുന്ന, സബ്ജക്റ്റിനേക്കാളും ഒബ്ജക്റ്റിന് പ്രസക്തി കിട്ടുന്ന പിന്നെ പ്രയോഗത്തിന് പറഞ്ഞ പേര് കർമ്മണി പ്രയോഗമാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോകാം. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ. ഈരേഴ് എന്ന പദത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഭേദകം ഏത് വിഭാഗത്തിൽ പെടുന്നു? സാങ്ക്യം, ശുദ്ധം, പാരിമാണികം, വിഭാവകം. ഭേദകം എന്ന് പറയുന്ന പേരിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. ഈരേഴ് എന്ന് പറയുന്ന പദം ഏത് ഭേദകത്തിൽ ഉൾക്കൊള്ളുന്നു? സാങ്ക്യഭേദകം, ശുദ്ധഭേദകം, പാരിമാണിക ഭേദകം, വിഭാവക ഭേദകം. ഓക്കെ, സോ ഈരേഴ് എന്ന് പറയുമ്പോൾ 7 ലോകങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഒരു സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഭേദകങ്ങൾക്ക് പറയുന്ന പേരാണ് സാങ്ക്യഭേദകം. ഓക്കെ, ഒരു നമ്പറുമായി ബന്ധപ്പെട്ട ഭേദകങ്ങളാണെങ്കിൽ അത്തരം ഭേദകങ്ങൾക്ക് പറഞ്ഞ പേരാണ് സാങ്ക്യം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോവാം. അടുത്ത് ആദേശ സന്ധിക്ക് ഉദാഹരണം. കണ്ടില്ല, നെന്മണി, മയിൽപീലി, ചാവുന്നു. ആദേശ സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഇതും PSC യുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി നെന്മണിയാണ് കേട്ടോ. ആദേശ സന്ധി, ഈ സന്ധികൾ പല ടൈപ്പാണ്. സന്ധി, ആദേശ സന്ധി, ഓക്കെ, വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സന്ധികളുണ്ട്. അതിൽ ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ ബി നെന്മണിയാണ് കേട്ടോ. അപ്പൊ പല ടൈപ്പ് സന്ധികളുണ്ട്, അതിനൊക്കെ എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ഓരോ സന്ധിയും സന്ധി എന്താന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം, അതിന്റെ പ്രത്യേകതകളും അറിഞ്ഞിരിക്കണം. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ പ്രയോഗം ഏത്? ഏകദേശം 20ഓളം പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ പരസ്പരം കാണാം. സി, ഓരോ ദിവസവും ഞാൻ വ്രതം നോക്കിയിരുന്നു. ഡി, രാമൻ രാവണനെ വധിച്ചു. ഇവിടെ ശരിയായ പ്രയോഗം ഏതാണ്? ഇവിടെ നോക്കാം. ഈ ശരിയായ പ്രയോഗം എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് പഠിച്ചു പോവാം. ഈ ചില സെന്റൻസിൽ സെയിം കാര്യം പിന്നെ റിപ്പീറ്റ് ആവും. അപ്പൊ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ, എലമെന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ നോക്കൂ, ഏകദേശം 20ഓളം പേർ എന്ന് പറയേണ്ട കാര്യം ഉണ്ടാവും. 20ഓളം പേർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പോസിബിലിറ്റിയാണ്, അല്ലെ? അപ്പൊ 20ഓളം പേർ ഇവിടെ താമസിക്കേണ്ടത് എന്ന് മാത്രം പറയാം. അവിടെ ഏകദേശം ആവശ്യമില്ല. അല്ലെങ്കിൽ ഏകദേശം 20 പേര് ഇവിടെ താമസിക്കേണ്ടെന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ ഏകദേശം 20ഓളം എന്ന് രണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഏകദേശം 20 പേര് ഇവിടെ താമസിക്കുന്നുണ്ട് എന്നോ അല്ലെങ്കിൽ 20ഓളം പേര് ഇവിടെ താമസിക്കുന്നുണ്ടെന്നോ പറഞ്ഞാൽ മതി. ഓളം അല്ലെങ്കിൽ അതേപോലെ ഏകദേശം രണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഏകദേശം 20 പേർ താമസിക്കുന്നുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ 20ഓളം പേര് ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറയാം. ഏകദേശം 20ഓളം എന്ന് രണ്ടും എന്താക്കണ്ട, പറയേണ്ട കാര്യമില്ല. അപ്പൊ അതെന്താണ്, തെറ്റാണ്. അതേപോലെ നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ പരസ്പരം കാണാം. ഇവിടെ നോക്കൂ, തമ്മിൽ അല്ലെങ്കിൽ പരസ്പരം, ഇത് രണ്ടും റിപ്പീറ്റേഷൻ ആണ്. നാളെയോ മറ്റന്നാളോ പരസ്പരം കാണാം എന്ന് പറയാം, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം എന്ന് പറയാം. സോ ഇത് രണ്ടും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, അടുത്ത് ഓരോ ദിവസവും ഞാൻ വ്രതം നോക്കിയിരുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ, ഓരോ ദിവസവും എന്ന് പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യം, ദിവസവും ഞാൻ വ്രതം നോക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഇല്ല, അല്ലേ? അപ്പൊ ഓരോ ദിവസവും എന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദിവസവും ഞാൻ വ്രതം നോക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ എന്നുള്ള എന്താണ്, എക്സ്ട്രാ വന്നതാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ 1 തെറ്റ്, 2 തെറ്റ്, 3 തെറ്റ്. 4ാമത്തെ ശരിയാണ്, രാമൻ രാവണനെ വധിച്ചു. ഇത് ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ശരിയായ പ്രയോഗം എന്നുള്ള ഇത്തരത്തിൽ സെന്റൻസ് വരുന്ന സമയത്ത് റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് എന്താക്കിയാൽ നമ്മൾ ഒഴിവാക്കിയാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത 84ാമത്തെ ക്വസ്റ്റ്യൻ.
കാരവം എന്ന വാക്കിന്റെ അർത്ഥം എരിവ്, കാക്ക, പാലം, കണ്ണീർ. കാരവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സോ കാരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം കാക്ക എന്നർത്ഥം. സോ കാക്കയുടെ പര്യായ പദമാണ് കാരവം. ഓക്കെ, കാക്ക ഒരു എന്നൊരു കരച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു അർത്ഥമാണ് കാരവം എന്ന് പറയുന്ന വാക്ക് പറയുന്നത് കേട്ടോ. മുന്നോട്ട് പോവാം. അടുത്ത് പച്ച പ്ലസ് കല്ല് ഈസ് ഈക്വൽ ടു പച്ചക്കല്ല്. സന്ധി ഏത്? ആദേശ സന്ധി, ദിത്തു സന്ധി, ആഗമസന്ധി, ലോപസന്ധി. പച്ച പ്ലസ് കല്ല് പച്ചക്കല്ലായി മാറി. ഇവിടെ ചെറിയൊരു തിരുത്തുണ്ട്. പച്ച പ്ലസ് കല്ല്, ഉദാഹരണം സന്ധി ചെയ്തു. ഇവിടെ പച്ച പ്ലസ് കല്ല് എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് അപ്പൊ നമുക്ക് കിട്ടിയത് പച്ചക്കല്ല. ഇവിടെ നോക്കൂ, ച പ്ലസ് ചായാണ് ച എന്ന് പറയുന്നത് അല്ലെ. രണ്ട് ച വരുമ്പോഴാണ് ച വരുന്നത്. ഇവിടെ പച്ച നോക്കുമ്പോൾ ഒരു ച മാത്രമേ ഉള്ളൂ അല്ലെ. പക്ഷെ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ പച്ചക്കല്ല് ഇവിടെ ച ഇരട്ടിച്ചു. ഓക്കെ, അപ്പൊ സെയിം വർണ്ണം സെയിം ലെറ്റർ ഇരട്ടിച്ചാല് അതിന് പറയുന്ന പേരാണ് ദ്വിത്വ സന്ധി. ഓക്കെ, മനസ്സിലായല്ലോ. സോ പച്ച പ്ലസ് കല്ല്, പിന്നെ നമ്മൾ എഴുതുമ്പോ പച്ചക്കല്ല് എഴുതുമ്പോ എങ്ങനെ എഴുതാ? പ പ്ലസ് ച പ്ലസ് ച പ്ലസ് ക, അങ്ങനെ എഴുതാ. ഇവിടെ നോക്കൂ, ഒരു ച മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് കൂട്ടി വായിക്കുമ്പോൾ രണ്ട് ച വരുന്നുണ്ട്. അപ്പം ഒരേ പിന്നെ വർണ്ണം അത് ഇരട്ടിക്കും ഉണ്ടാവുന്ന വർണ്ണാണ് ദ്വിത്വ സന്ധി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ പല ടൈപ്പ് സന്ധികളുണ്ട്. ആദ്യ സന്ധി എന്താണ്, സന്ധി എന്താണ്, ആഗമസന്ധി എന്താണ്, ലോപസന്ധി എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ സന്ധികൾ ഏതൊക്കെയാണ്, സന്ധിക്ക് എക്സാമ്പിളുകളും അറിഞ്ഞിരിക്കണം കേട്ടോ. മുന്നോട്ട് പോ. അടുത്ത് അമ്മ കുഞ്ഞിനെ ഉറക്കി അടിവരയിട്ട സമാസം ഏത്? കേവലം, പ്രയോജകം, കാരിതം, കുറ്റുവിന്. അമ്മ കുഞ്ഞിനെ ഉറക്കി, ഇവിടെ തന്നിരിക്കുന്ന സമാസം ഏതാണ്? ഓക്കെ ഫൈൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രയോജകമാണ് കേട്ടോ. സമാസങ്ങൾ പല ടൈപ്പ് ഉണ്ട്. കേവല സമാസം ഉണ്ട്, പ്രയോജക സമാസം ഉണ്ട്, കാരിക സമാസം ഉണ്ട്, മുറ്റുവിന സമാസം ഉണ്ട്. വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സമാസം. ഓക്കെ, ഇതില് പിന്നെ പിന്നെ അമ്മ കുഞ്ഞിനെ ഉറക്കി എന്ന് പറയുമ്പോ ഇവിടെ കുഞ്ഞ് ഉറങ്ങല്ല, അമ്മ ഉറക്കുകയാണ്. അപ്പൊ പരപ്രേരണയാൽ ചെയ്യപ്പെടുന്ന ക്രിയകൾക്ക് പറഞ്ഞ പേരാണ് പ്രയോജകം. ഞാൻ അവനെ ഓട്ടിച്ചു, അല്ലെങ്കിൽ ഞാൻ അവനെ പറഞ്ഞു വിട്ടു. ഇവിടെ ഒരു വ്യക്തിയുടെ നിർബന്ധത്താൽ മറ്റൊരു വ്യക്തി പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രയോജനം. ഇപ്പൊ ഞാൻ ഓടി എന്ന് പറയുമ്പോൾ അത് ഞാൻ പരപ്രകാരം ചെയ്താൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് കേവലക്രിയ. ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ക്രിയ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കേവല ക്രിയ. ഓക്കെ, നേരെ മറിച്ച് പരപ്രേരണയാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് പിന്നെ പ്രയോജകം. അപ്പൊ അമ്മ കുഞ്ഞിനെ ഉറക്കി എന്ന് പറയുമ്പോൾ കുഞ്ഞു ഉറങ്ങി എന്ന് പറയുമ്പോൾ അത് കേവലക്രിയയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ചെയ്താണ്. പക്ഷെ അമ്മ കുഞ്ഞിനെ ഉറക്കി എന്ന് പറയുമ്പോൾ അമ്മയാണ് എന്താക്കുന്നത്, അമ്മയുടെ പിന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് കുഞ്ഞു ഉറങ്ങുന്നത്. ഓക്കെ, അപ്പൊ അത്തരം സെന്റൻസിന് പറയുന്ന പേരാണ് പ്രയോജകം. ഓക്കെ അല്ലേ, മനസ്സിലായാലും മുന്നോട്ട് പോവാം. അടുത്ത 87ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമി എന്ന് അർത്ഥം വരാത്ത പദം ഏത്? ധരണി, മേദിനി, അപനി, ധരണി. ഭൂമി എന്ന് അർത്ഥം വരാത്ത പദം. ഓക്കെ, ഫൈൻ. സോ ധരണി, മേദിനി, അവനി ഇതെല്ലാം ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. ധരണി എന്നുള്ളതല്ല ഭൂമിയുടെ പര്യായ പദം അല്ല. സോ ഭൂമി എന്ന് അർത്ഥം വരാത്ത പദം ധരണിയാണ്. മുന്നോട്ട് പോവാം. അടുത്ത് അനാഥയുടെ വിപരീത പദം. നിഗ്രഹം, ബാഹ്യം, സനാഥ, സുബദ്ധം. അനാഥയുടെ വിപരീതം എന്താ? ഈസി ക്വസ്റ്റ്യൻ ആണ്. വളരെ ഓപ്ഷനിലൂടെ തന്നെ നമുക്ക് ആൻസറിലെത്താൻ പറ്റും. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അനാഥയുടെ വിപരീതം, വിപരീതം സനാഥയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത് 89ാമത്തെ ക്വസ്റ്റ്യൻ. ആഗമനം വിപരീത പദം. തിരസ്കാരം, നിർഗമനം, ഉപചയം, സുബദ്ധം. ആഗമനത്തിന്റെ വിപരീത പദം.
കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നിർഗമന കേട്ടോ. ആഗമനത്തിന് നേരെ ഓപ്പോസിറ്റ് നിർഗമനമാണ്. അടുത്ത് ഒറ്റപദം കണ്ടെത്തുക. അനാവശ്യ ചെലവ് ചെയ്ത് നശിപ്പിക്കുക. പിത്തലാട്ടം, പകിട, ദീപാവലി കുളിക്കുക, ആനച്ചന്തം. അനാവശ്യ ചെലവ് ചെയ്തിട്ട് പണം നശിപ്പിക്കുന്നതിന് പറയുന്ന ഒറ്റ പദം എന്ത്? പിത്തലാട്ടം, പകിട, ദീപാവലി കുളിക്കുക, ആനച്ചന്തം. സോ കറക്റ്റ് ആൻസർ ഇൻ ഓപ്ഷൻ സി ദീപാവലി കുളിക്കുക കേട്ടോ. സോ അനാവശ്യ ചെലവ് ചെയ്ത് നശിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ദീപാവലി കുളിക്കുക. അടുത്ത് ഒറ്റപ്പദം തിരിച്ചറിയുക. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള ഉത്സാഹം കൂടുതൽ. ആ ചന്ദ്രതാരം, പുത്തനച്ചി, ആനച്ചന്തം, ഇഞ്ചി കടിക്കുക. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള ഉത്സാഹം കൂടുതൽ എന്ന് പറയുന്ന പേര്. ആ ചന്ദ്രതാരം, പുത്തനച്ചി, ആനച്ചന്തം, ഇഞ്ചി കടിക്കുക. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നുള്ള പ്രയോഗമല്ലേ. അപ്പം ആരംഭശൂരത്വം എന്ന അർത്ഥം വരുന്ന പദമാണ് പുത്തനച്ചി ട്ടോ. മുന്നോട്ട് പോവാം. അടുത്ത് പര്യായ പദം കണ്ടെത്തുക. അതിഥി, ആഗന്തുകൻ, വിജയനം, ഗണം, മാർഗണം. അതിഥിയുടെ പര്യായ പദം എന്താണ്? ഓക്കെ ഫൈൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആഗന്തുകനാണ് കേട്ടോ. സോ അതിഥിയുടെ പര്യായ പദം ആഗന്തുകനാണ്. മുന്നോട്ട് പോവാം. അടുത്ത് അഗ്നിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? വഹിനി, വിഭാവസു, അനലൻ, ആജി. അഗ്നിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഇത് PSCയുടെ ക്ലീഷ് ആയിട്ടുള്ള ചോദ്യമാണ്. അഗ്നിയുടെ പര്യായ പദം. സോ വഹിനി, വിഭാവസു, അനലൻ ഇതെല്ലാം അഗ്നിയുടെ പര്യായ പദമാണ്. ആജി എന്നുള്ളത് എന്തല്ല? അഗ്നിയുടെ പര്യായ പദം അല്ല. കേട്ടുക. അടുത്ത് തിരിച്ചെഴുതുക. വാഴയില, വാഴ പ്ലസ് ഇല, വായ പ്ലസ് ഇല, വാഴ പ്ലസ് ഇല, വാഴ പ്ലസ് ഇല. വാഴയുടെ തിരിച്ചെഴുതിയാൽ എന്താണ്? സോ വാഴയില തിരിച്ചെഴുതുക വാഴ പ്ലസ് ഇലയാണ് കേട്ടോ. വാഴ പ്ലസ് ഇല കൂട്ടിച്ചേർത്താണ് വാഴ ഇല വരിക. ഇത് എക്സാമ്പിൾ ആദേശ സന്ധ്യ കേട്ടോ. വാഴ പ്ലസ് ഇല, വാഴയില, ആദേശ സന്ധിക്ക് എക്സാമ്പിൾ ആണ്. അതായത് ഒരു വർണ്ണം പോയി പകരം പുതിയ വർണ്ണം വരുന്നതിനാണ് ആദേശ സന്ധി എന്നറിയാം. സോ ഇവിടെ ഈ പോയിട്ട് യാ വന്ന് കേട്ടോ. സോ മലയാളത്തിന്റെ ആൻസർ കീയോട് കൂടിയുള്ള ഡിജിറ്റൽ ആൻസർ കീ ഫോർവേഡ് ചെയ്യും കേട്ടോ. ഈ മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈപ്പ് ചെയ്യൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് പിന്നെ ഹാൻഡ് നോട്ട് ആയതുകൊണ്ട് ഇതിന് ആൻസർ കീ പുറകെ നിങ്ങൾക്ക് ഡിജിറ്റൽ ആൻസർ കീ ഗ്രൂപ്പിൽ ഇടും. അവൈലബിൾ ആയിരിക്കും കേട്ടോ. മുന്നോട്ട് പോവാം. അടുത്ത് 35ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടാൽ പറയാം വിനയച്ചം ഏത്? തൻ വിനയച്ചം, നടുവിനയച്ചം, മുൻ വിനയച്ചം, പാക്ഷിക വിനയച്ചം. കണ്ടാൽ പറയാം എന്നത് ഏത് വിനയച്ചൻ എക്സാമ്പിൾ ആണ്? തൻ വിനയച്ചം, നടുവിനയച്ചം, മുൻ വിനയച്ചം, പാക്ഷിക വിനയച്ചം. ഈ വിനയച്ചങ്ങൾ 5 ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പ് വിനയച്ചങ്ങൾ എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ നോട്ട് ചെയ്യാം. കണ്ടാൽ പറയാം, അതായത് ഒന്ന് സംഭവിച്ചാൽ മാത്രം അടുത്ത് നടക്കും, അത്തരത്തിലുള്ള ക്രിയകൾക്ക് പറയുന്ന പേരാണ് പാക്ഷിക വിനയച്ചം. ഇവിടെ ഇപ്പൊ ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ്, ഞാൻ അയാളെ കണ്ടാൽ പറയാം, ഞാൻ അയാളെ കാണണം, കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വിനയച്ചങ്ങൾക്ക് പറയുന്ന പേരാണ് പാക്ഷിക വിനയച്ചം. ഓക്കെ, കണ്ടാൽ പറയാം, കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം ഒരു ക്രിയ നടന്നാൽ മാത്രം മറ്റൊരു ക്രിയ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം വിനയച്ചങ്ങൾക്ക് പറയുന്ന പേരാണ് പാക്ഷിക വിനയച്ചം. മുന്നോട്ട് പോകാം. ഇനി ഡിസ്കസ് ചെയ്യാനുള്ള 5 ക്വസ്റ്റ്യൻസ് ഇതാണ്. ഖണ്ഡിക വായിച്ചിട്ട് ഖണ്ഡിക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം. 2 മിനിറ്റ് എടുത്ത് നമുക്ക് എന്താക്കാം,
ഖണ്ഡിക ഒന്ന് വായിച്ചു നോക്കാം. ഇതിന് ശേഷം ചെയ്യാം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ വായിക്കാം. സംസ്കാരം എന്ന വാക്കിന് ശുദ്ധീകരണം, പുണ്യവിശേഷത്തെ പ്രാപിക്കുന്ന സ്ഥിതി, വിദ്യാഭ്യാസം കൊണ്ട് മറ്റു മനസ്സിലുണ്ടാകുന്ന പ്രഭാവം, പാകപ്പെടുത്തൽ, പൂർത്തിയാക്കൽ, അടക്കം ചെയ്യൽ, ശുദ്ധകർമ്മം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ശബ്ദധാരാവലിയിൽ കൊടുത്തിരിക്കുന്നത്. കൾച്ചർ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായാണ് മലയാളത്തിൽ സംസ്കാരം എന്ന പദം ഉപയോഗിക്കുന്നത്. റെയ്മണ്ട് വില്യംസ് അദ്ദേഹത്തിന്റെ കീവേഡ്സ് എന്ന ഗ്രന്ഥത്തിൽ കൾച്ചർ എന്ന പദത്തിന്റെ ഉത്ഭവ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. കൾത്തൂറ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കൾച്ചർ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ നിഷ്പത്തി. കൊളേറ എന്ന ധാതുവിൽ നിന്നാണ് കൾട്ടൂറ എന്ന പദം രൂപം കൊണ്ടത്. കൾട്ടൂറ എന്നാൽ കൾട്ടിവേഷൻ, സംസ്കരണം എന്ന പൊതുവായ അർത്ഥം പ്രദാനം ചെയ്യുന്നു. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള ചിന്താരീതികളെയും പ്രവൃത്തികളുടെയും ആകത്തുകയായി സംസ്കാരം മാറുന്നു. മനോഹരമോ സംസ്കരിക്കപ്പെട്ടതോ രസകരമോ ആയതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും ഉൾക്കൊള്ളുന്ന പദമാണിത്. സംസ്കാരം എന്ന പദം നമ്മുടെ പൊതുബോധത്തിൽ ചരിത്രത്തിലൂടെ പല അർത്ഥങ്ങളും ആർജിച്ചെടുത്തിട്ടുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവവും പെരുമാറ്റവുമാണ് സംസ്കാരം. സംസ്കാരമുള്ളവൻ സംസ്കാരമില്ലാത്തവർ എന്ന അധികാരബോധമായി വ്യക്തിതലത്തിൽ അത് പ്രകടമാക്കുന്നുണ്ട്. സംസ്കാരമുള്ള ജനത, സംസ്കാരമില്ലാത്ത ജനത എന്ന് സമൂഹത്തെ പറ്റി പറയാറുണ്ട്. ദേശകാലസ്ഥിതികൾക്ക് അനുസരണമായി സംസ്കാരത്തെ സംബന്ധിക്കുന്ന ധാരണകൾക്കും വിശ്വാസങ്ങൾക്കും വ്യത്യാസമുണ്ടാകും. സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തന നിരതനായി കഴിയുന്ന മനുഷ്യൻ അറിവ്, അനുഭവങ്ങൾ, പരസ്പര സമ്പർക്കം എന്നിവയിലൂടെ നേടിയെടുക്കുന്ന പരിപക്വമായ ജീവിതബോധം എന്ന് സാമാന്യമായി സംസ്കാരത്തെ കുറിച്ച് പറയാം. മനുഷ്യവർഗത്തിന് പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റ രീതിയെയും അതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഭൗതിക വസ്തുക്കളുടെയും സംസ്കാരം എന്ന് വിളിക്കാം. ജീവിത രീതി, ആചാരാനുഷ്ഠാനങ്ങൾ, ഭാഷ, ഭക്ഷണം, തൊഴിലുപകരണങ്ങൾ, ആശയവിനിമയോപാധികൾ, കലാ, സാഹിത്യം തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് സംസ്കാരം. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് വായിക്കാം. ഈ സെന്റൻസ് എന്നുള്ള 5 ചോദ്യം താഴെ തന്നിട്ടുണ്ട്. അതിന് ഉത്തരം നിങ്ങൾ എന്താക്കണം, പറയണം. സോ ക്വസ്റ്റ്യൻ 26. സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം അല്ലാത്തതുണ്ട്. ശുദ്ധീകരണം, പാകപ്പെടൽ, ശുദ്ധകർമ്മം, അവസാനിപ്പിക്കൽ. സോ സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം അല്ലാത്തത് ഏതാണ്? സോ ഇവിടെ സംസ്കാരം എന്ന വാക്കിന് ശുദ്ധീകരണം, ഗുണവിശേഷങ്ങളെ പ്രാപിക്കുന്ന സ്ഥിതി, വിദ്യാഭ്യാസം കൊണ്ട് മനസ്സിലുണ്ടാകുന്ന പ്രഭാവം, പാകപ്പെടൽ, പൂർത്തിയാക്കൽ, അടക്കം ചെയ്യൽ, ശുദ്ധകർമ്മം, ഇതൊക്കെയാണ് സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥതലം ഉൾക്കൊള്ളുന്നത്. സോ ഇവിടെ സംസ്കാരം എന്ന വാക്കിന് അർത്ഥം അല്ലാത്തത് ഓപ്ഷൻ ഡി, അവസാനിപ്പിക്കലാണ് കേട്ടോ. മുന്നോട്ട് പോവാം. അടുത്ത് 97ാമത്തെ ക്വസ്റ്റ്യൻ. കൾച്ചർ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായ പദം ഏത്? മലയാളം. പാകപ്പെടൽ, സംസ്കാരം, അടക്കം ചെയ്യൽ, നാഗരികത. കൾച്ചർ എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായിട്ടുള്ള പദം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി, സംസ്കാരമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോവാം. 97. കൾച്ചർ എന്ന പദം ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? കൾത്തൂറ, കോളറ, കൾട്ടിവേഷൻ, കൽപ്പ്. സോ കൾച്ചർ എന്നുള്ളത് ഏത് ലാറ്റിൻ പദത്തിനാണ് ഉത്ഭവിച്ചത്? സോ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കൾത്തൂറ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കൾച്ചർ ഉണ്ടാക്കിയത്, ഉരുളെടുത്തത്. സോ ഓപ്ഷൻ എ, കൾത്തൂറയാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോവാം. അടുത്ത് റെയ്മണ്ട് വില്യംസ് എഴുതിയ ഗ്രന്ഥം. കൾത്തൂറ, കീവേഡ്സ്, കൾട്ടിവേഷൻ, നാഗരികത. റെയ്മണ്ട് വില്യംസ് എഴുതിയ പുസ്തകം ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കീവേഡ്സ്. കീവേഡ്സ് എന്ന പുസ്തകമാണ് റെയ്മണ്ട് കൾച്ചർ എഴുതിയത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കീവേഡ്സ്. മുന്നോട്ട് പോവാം. അടുത്ത് 100ാമത്തെ ക്വസ്റ്റ്യൻ. മേൽ പറഞ്ഞ ഖണ്ഡികയുടെ യഥാർത്ഥ ചുരുക്കം എന്ത്? ലോകത്തെല്ലായിടത്തും ഒരേ സംസ്കാരമാണ് നിലനിൽക്കുന്നത്. മനുഷ്യവർഗത്തിന് പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റ രീതിയെയും അതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഭൗതിക വസ്തുക്കളെയും സംസ്കാരം എന്ന് വിളിക്കാം. സി, ഭാഷ, ഭക്ഷണം, തൊഴിലുപകരണങ്ങൾ എന്നിവ മാത്രമാണ് സംസ്കാരം നിർമ്മിക്കുന്നത്. ഡി, മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. മേൽ പറഞ്ഞ ഖണ്ഡികയുടെ രത്ന ചുരുക്കം എന്താണ്? സിമ്പിളാണ്. ലോകത്തെല്ലായിടത്തും ഒരേ സംസ്കാരം നിലനിൽക്കുന്നു പറഞ്ഞില്ല. കാരണം ദേശാന്തരങ്ങളിൽ വ്യത്യസ്തമായിട്ട് സംസ്കാരമാണുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാഷ, ഭക്ഷണം, തൊഴിലുപകരണങ്ങൾ എന്നിവ മാത്രമാണ് സംസ്കാരം നിർമ്മിക്കുന്നത്.
ശരിയാണോ? ഭാഷ, ഭക്ഷണം, തൊഴിലുപകരണങ്ങൾ മാത്രമാണ് സംസ്കാരം എന്ന് പറയുന്നത് ആണോ? അല്ല. കല, സാഹിത്യം, അതേപോലെ ഭാഷ, ഭക്ഷണം, തൊഴിലുപകരണങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് മാത്രമാണ് സംസ്കാരം ഉണ്ടാക്കുന്നത് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, സോ അതും തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മനുഷ്യവർഗത്തിന് പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റ രീതിയെയും അതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഭൗതിക വസ്തുക്കളെയും സംസ്കാരം എന്ന് വിളിക്കും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്യാസിന്റെ പേപ്പർ 2മായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ ടെസ്റ്റ് ആണ്. സോ വരുന്ന സബ്ജക്റ്റുകൾ ഇന്ത്യൻ എക്കണോമി, കേരള എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി, അതേപോലെ തന്നെ എൻവയോൺമെന്റ്, ജനറൽ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മലയാളം, ഗ്രാമർ ആൻഡ് കോംപ്രിഹെൻഷൻ. ഇങ്ങനെ 7 ടോപ്പിക്സുകൾ വരുന്നുണ്ട്. ആ 7 ടോപ്പിക്സിനായിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആർക്കെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഫൈൻ. ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. താങ്ക് യു.